നമസ്തേ. ABC കാർഗോ പ്രവാസികൾ പറയട്ടെ പവേർഡ് ബൈ ഭാരതീയ വിദ്യാഭവൻ മിഡിൽ ഈസ്റ്റ് തത്സമയ സംവാദത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒമാനിലെ മലയാളി സമൂഹത്തിൻ്റെ വക്താക്കളാണ് ഇന്നത്തെ സംവാദത്തിൽ അതിഥികളായി എത്തിയിരിക്കുന്നത്. അവരെ പരിചയപ്പെടാം. മലയാളം വിംഗ് കോ കൺവീനർ ശ്രീ പി ശ്രീകുമാർ, ഭാരതീയ പ്രവാസി മഞ്ചിൻ്റെ പ്രതിനിധി ശ്രീ CR രാജേഷ് കുമാർ, കോൺഗ്രസ് പ്രതിനിധി ശ്രീ സതീഷ് നൂറനാട്, മാധ്യമപ്രവർത്തകൻ ശ്രീ VK ഷഫീർ. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. പ്രവാസി മലയാളികൾ വീണ്ടും അപമാനിക്കപ്പെട്ടിരിക്കുന്നു. അന്യസംസ്ഥാന തൊഴിലാളികളോട് കാണിക്കുന്ന പരിഗണനയ്ക്ക് പോലും പ്രവാസികൾ അർഹരല്ലെന്നാണ് അവരുടെ ക്ഷേമത്തിനായി സ്ഥാപിക്കപ്പെട്ട നോർക്ക ഉത്തരവിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. സർക്കാരിൻ്റെ കണ്ണിലെ കരടാണോ പ്രവാസികൾ? ഇത്രയും വിമർശനങ്ങളും പരിഹാസങ്ങളും ഏറ്റുവാങ്ങാൻ മാത്രം അധപ്പതിച്ചവരാണോ പ്രവാസികൾ? കയറി വരാൻ പറഞ്ഞവർ തന്നെ പുറംതിരിഞ്ഞ് നിൽക്കുന്നത് എന്തിനാണ്? പഴി കേൾക്കാൻ മാത്രം പ്രവാസികൾ എന്ത് തെറ്റാണ് ചെയ്തത്? കൊറോണയെ കൈകാര്യം ചെയ്യുന്നതിൽ കേരളം നമ്പർ 1 ആണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമത്തിന് പ്രവാസി മലയാളികളുടെ മടക്കയാത്രയോടെ തിരിച്ചടി ഉണ്ടായതാണോ സർക്കാരിൻ്റെ വിരോധത്തിന് കാരണം? ചോദ്യങ്ങൾ നിരവധിയാണ്. അതിന് ഉത്തരം നൽകേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. UAE-യിൽ നിന്നുള്ള ഒരു മലയാളി വീട്ടമ്മ അയച്ചു തന്ന ശബ്ദ സന്ദേശം കേൾപ്പിച്ചുകൊണ്ട് നമുക്ക് സംവാദത്തിലേക്ക് കടക്കാം. ഇതിനൊരു വോയിസ് മെസ്സേജായിട്ട് വരാൻ കാരണം തന്നെ ഇന്ന് രാവിലെ കേട്ടൊരു ന്യൂസാണ്. ഈ കൊറോണ പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് സ്റ്റേറ്റ് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റിനോട് പറഞ്ഞത് 2.5 ലക്ഷം കിടക്ക, ക്വാറന്റീൻ സെന്റേഴ്സ്, ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ്, എല്ലാ ഫെസിലിറ്റീസും ഞങ്ങൾ റെഡിയാക്കി എന്നാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റിനെ അറിയിച്ചത്. അത് കഴിഞ്ഞ് ഓരോ ആഴ്ച കഴിയുമ്പോഴും ഓരോരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സ്റ്റേറ്റ് ഗവൺമെന്റ് കൊണ്ടുവരാൻ തുടങ്ങി. അടുത്തതായി കേട്ട ഒരു റൂൾ എന്താന്ന് വെച്ചാൽ, ചാർട്ടേഡ് ഫ്ലൈറ്റ്സ് ഇവിടുന്ന് വരുമ്പോൾ ഇവിടുത്തെ പ്രവാസികൾ കൊറോണ ടെസ്റ്റ് ചെയ്ത് അതിന്റെ റിസൾട്ടായിട്ട് വന്നാൽ മതി എന്നാണ് പറയണത്. ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ ഗതിയില്ലാത്ത പ്രവാസികൾ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കൊറോണ ടെസ്റ്റ് ചെയ്തിട്ട് വന്നാൽ മതി എന്ന് പറയുമ്പോൾ അത് വളരെ സങ്കടകരമായ കാര്യമാണ്. ജനം TV-യുടെ പ്രവാസികൾ പറയട്ടെ എന്ന രാത്രികാലങ്ങളിൽ സംപ്രേഷണം ചെയ്യുന്ന പരിപാടി പല തലങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെയ്യുന്ന ഈ പരിപാടിയിൽ ഞങ്ങളുടെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഒക്കെ ഞങ്ങൾക്ക് എടുത്തു പറയാൻ ഒരു വേദി ആണ് ജനം TV ഒരുക്കി തന്നിരിക്കുന്നത്. അതിനാദ്യമായി ജനം TVക്ക് വളരെ വളരെ നന്ദി. ഈ ശബ്ദ സന്ദേശം അയച്ചു തന്ന വീട്ടമ്മയ്ക്കും നന്ദി. ശ്രീ ശ്രീകുമാർ, പ്രവാസികളെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ വിമാനമയക്കുന്നില്ലെന്ന് ആക്ഷേപിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പിന്നീട് പ്രവാസികളുടെ മടക്കയാത്ര സുഗമമായപ്പോൾ വിമാനങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ കേന്ദ്രത്തിന് കത്തയച്ചത്. പ്രവാസികൾക്ക് ക്വാറന്റീനായി 2.5 ലക്ഷം കിടക്ക വിരിച്ചതായി അവകാശപ്പെട്ടവർ പിന്നീട് സൗജന്യ സഹായം നിർത്തലാക്കി പണമീടാക്കുമെന്ന് പ്രഖ്യാപിച്ചു. അതിനുശേഷം ഖജനാവിൽ പണമില്ലെന്ന് പറഞ്ഞ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റീൻ നിർത്തലാക്കി. അത് കഴിഞ്ഞ് കൊറോണ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കേ വിമാനത്തിൽ കയറാവൂ എന്ന പിടിവാശിയുമായി നിൽക്കുകയാണ്. അതിനാവട്ടെ ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പിന്തുണയും. ഏറ്റവും ഒടുവിൽ ഞങ്ങൾക്ക് വിവിധ ഭാഷാ തൊഴിലാളികളുടെ പരിരക്ഷയെങ്കിലും അനുവദിക്കണമെന്ന പ്രവാസികളുടെ അപേക്ഷയും തള്ളി നോർക്ക ഉത്തരവിറക്കിയിരിക്കുന്നു. ശ്രീ ശ്രീകുമാർ, പ്രവാസികൾ, നിങ്ങൾ ഉൾപ്പെടുന്ന പ്രവാസി സമൂഹം രണ്ടാം കിട പൗരന്മാരാണോ? ആദ്യമായി ജനം TVക്ക് ഇതുപോലെയുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിൽ പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു. അതുപോലെ ഞങ്ങളെ ഇതിൽ ക്ഷണിച്ചതിലും പ്രത്യേക നന്ദി അറിയിച്ചുകൊണ്ട് തുടങ്ങട്ടെ. ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രവാസികൾക്ക് ഓരോ ദിവസവും ഞെട്ടലാണ്. പ്രത്യേകിച്ച് ഈ കോവിഡ് ടെസ്റ്റ് വേണം എന്ന് വന്ന അന്ന് മുതൽ ഒരുപാട് മാനസിക സമ്മർദ്ദത്തിലാണ് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോരുത്തർക്കും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു വിഷയം. ഈ കോവിഡ് ടെസ്റ്റിന്റെ വിഷയത്തില് ഒമാനിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇത് ട്രൂനാറ്റ് ടെസ്റ്റ് അല്ലെങ്കിൽ ആന്റിബോഡി ടെസ്റ്റ്, റാപ്പിഡ് ടെസ്റ്റ് എന്നീ സംവിധാനങ്ങളൊന്നും ഗവൺമെന്റ് തലത്തിൽ അപ്രൂവ്ഡ് അല്ല.
ഇവിടെ അതിനുള്ള സംവിധാനങ്ങൾ ഇന്ന് ഈ വൈകുന്നേരം വരെ ഇവിടെ ലഭ്യമല്ല. ഇവിടെ ആകെ ലഭ്യമുള്ളത് ഒരു PCR ടെസ്റ്റാണ്. അത് രോഗി വളരെ മൂർച്ഛിച്ച അവസ്ഥയിലാണെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അതിന്റെ കൃത്യമായ ഇതുണ്ടെങ്കിൽ മാത്രമേ അത് ഗവൺമെന്റ് പോയി ടെസ്റ്റ് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലാണ്, ക്ലിനിക്കുകളിലാണ് പോയി ചെയ്യേണ്ടത്, ഹോസ്പിറ്റലുകളിൽ. അവിടെ 10,000 മുതൽ 15,000 രൂപ വരെ ഇതിന് ചാർജ് ചെയ്യുകയും 4 ദിവസം മുതൽ 5 ദിവസം വരെ ഈ ടെസ്റ്റിന് റിപ്പോർട്ട് കിട്ടാൻ എടുക്കേണ്ട സമയമുണ്ട്. അപ്പൊ ഗവൺമെന്റ് പറയുന്ന പോലെ 48 മണിക്കൂറിനുള്ളിൽ ടെസ്റ്റ് നടത്തി റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് ഇപ്പൊ ഇവിടുത്തെ നിലവിലെ സംവിധാനം വെച്ചുകൊണ്ട് അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇന്നത്തെ ഈ ഒരു 20-ാം തീയതി എന്നുള്ള ഡേറ്റ് മാറ്റി ഒരു 4 ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് തന്നുകൊണ്ട് ചെറിയ ആശ്വാസം ആ സമയത്ത് പോകുന്ന ചാർട്ടേഡ് വിമാനങ്ങൾ. പക്ഷെ അതല്ലാതെ മറ്റുള്ള തരത്തിൽ ഇത് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് മലയാളം വിങ്ങിന്റെ നേതൃത്വത്തിൽ ട്രിവാൻഡ്രത്തേക്ക് ഞങ്ങള് ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അത് 27-30 തീയതികളിലെല്ലാം വരുന്നു. ഇപ്പൊ ആ ഫ്ലൈറ്റ് മൂവ് ചെയ്യുന്നതിനുള്ള ആശങ്കകളുമായിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഒരു ചെറിയ ഒരു ലിങ്കില് രജിസ്റ്റർ ചെയ്യാൻ 48 മണിക്കൂർ സമയം കൊടുത്തപ്പോൾ ഒരു സെക്ടറിൽ, ട്രിവാൻഡ്രം സെക്ടറിൽ മാത്രം 940 പേരാണ് രജിസ്റ്റർ ചെയ്തത്. അപ്പൊ ആലോചിച്ച് നോക്കൂ, 5 ഫ്ലൈറ്റ് വേണം. 5 ഫ്ലൈറ്റ് ഉണ്ടെങ്കിൽ ആ ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഏകദേശം. കാരണം ഒരു ഫ്ലൈറ്റിൽ ഏകദേശം 180 പേരാണ് പോകുന്നത്. അപ്പൊ വന്ദേ ഭാരത് മിഷൻ വഴി കൊണ്ടുപോകുന്ന ഫ്ലൈറ്റുകൾ പോരാത്തത് കൊണ്ടാണ് ഇവിടെയുള്ള സന്നദ്ധ സംഘടനകളും അതുപോലെ ഇന്ത്യൻ സോഷ്യൽ ക്ലബും എല്ലാം ഇനീഷ്യേറ്റ് ചെയ്ത് ഇതുപോലെയുള്ള ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ അറേഞ്ച് ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു തീരുമാനം വളരെയധികം പ്രയാസം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ ജനങ്ങളുടെ ഇടയിലുണ്ട്, പ്രവാസികളുടെ ഇടയിൽ. അത് ഇപ്പോഴും ഒരു ആശങ്കയായി തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ശ്രീകുമാർ, അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി പറഞ്ഞത്, അതായത് നിങ്ങളെപ്പോലുള്ള സന്നദ്ധ സംഘടനകൾ പ്രവാസികൾക്കായി ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ ഒരുക്കുന്നു. അത് ശരി തന്നെ. എന്നുകൊണ്ട് നിങ്ങൾക്ക് ഈ കോവിഡ് പരിശോധനയ്ക്കുള്ള സഹായം കൂടി ചെയ്തുകൂടാ എന്ന ഒരു ചോദ്യമാണ് ആരോഗ്യമന്ത്രി ഉന്നയിച്ചത്. ഇവിടെ സാമ്പത്തികമായ പ്രയാസം ഒരു വഴിക്ക് നിൽക്കുമ്പോഴോ മറ്റൊരു പ്രധാന വിഷയം സാങ്കേതികത്വമാണ്. അതായത് ഇവിടെ എന്റെ കൂടെ മാധ്യമപ്രവർത്തകൻ ഷഫീർ ഉണ്ട്, മറ്റു സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അറിയാൻ കഴിയും. ഇപ്പോഴത്തെ നിലവിലെ സ്ഥിതി വെച്ച് 48 മണിക്കൂർ കൊണ്ട് PCR ടെസ്റ്റ് ലഭ്യമാകുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുടെ ലഭ്യമല്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സാങ്കേതികത്വം. അത് മനസ്സിലാക്കിക്കൊണ്ട് ഗവൺമെന്റ് അതിന് ഉചിതമായ തീരുമാനമാണ് എടുക്കേണ്ടത്. അല്ലാതെ അത് കേന്ദ്ര ഗവൺമെന്റ് ആയാലും കേരള സർക്കാരും സംയോജിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം, അത് എംബസി വഴിയാണെങ്കിൽ അങ്ങനെ, അതല്ല ഇതിന് ഇനിയും സമയം കൂടുതൽ വേണമെങ്കിൽ അതും ആലോചിക്കേണ്ട സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ 24-ാം തീയതി വരെയുള്ള ഫ്ലൈറ്റുകൾ പോകും. പക്ഷെ 24-ാം തീയതി രാത്രിക്ക് ശേഷം വീണ്ടും അനിശ്ചിതത്വമാണ്. ഇന്നത്തോടെ നമ്മുടെ 20-ാം തീയതി ഡേറ്റ് കഴിയായിരുന്നു. പല ഫ്ലൈറ്റുകളും നമ്മൾ കഴിഞ്ഞ അടുത്ത ആഴ്ചകളെല്ലാം ഇങ്ങോട്ട് മാറ്റി ഇന്ന് രാത്രിയോടുകൂടി പോയിരിക്കുകയാണ്. ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഇന്ത്യൻ എംബസി, ഒമാനിലെ ഇന്ത്യൻ എംബസിയും അംബാസിഡറും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും നമുക്ക് വേണ്ട പരമാവധി, അവരുടെ കഴിവിന്റെ പരമാവധി സഹായങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ എംബസി ഇവിടെ 10,000-15,000 20,000 കിറ്റുകൾ, റേഷൻ കിറ്റുകൾ അത് ആവശ്യമുള്ളവർക്ക് എത്തിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമാകാൻ മലയാളം ഇങ്ങനെ സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് നല്ല കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും ആ ഫ്ലൈറ്റുകളുടെ പരിമിതി കുറവായതുകൊണ്ടാണ് ഞങ്ങളെമാതിരിയുള്ള സംഘടനകൾ മുന്നോട്ട് വന്ന് ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ അറേഞ്ച് ചെയ്യുന്നത്. അതിന് ഒരു വില്ലനായി വന്നിരിക്കുക തന്നെയാണ് ഈ ഒരു കോവിഡ് ടെസ്റ്റ് എന്നുള്ളതിന് പറയാതിരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് കാരണം ഇന്ന് ലിയോൻ അറിയുന്ന നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ എന്താണ്? പ്രവാസിയെ വേറൊരു രീതിയിൽ കാണാൻ തുടങ്ങിക്കഴിഞ്ഞു. അവിടെ 2 വിഭാഗം ആളുകളായി കഴിഞ്ഞു, 2 അഭിപ്രായങ്ങളായി കഴിഞ്ഞു. അങ്ങനെ ഒരു അവസ്ഥ വരാൻ പാടില്ലാത്തതായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, പ്രവാസികളെ നാട്ടിൽ മറ്റൊരു വിഭാഗമായി കാണുന്നു, അതാണ് നാട്ടുകാരുടെ സമീപനം എന്നാണ് താങ്കൾ അഭിപ്രായപ്പെട്ടത്. ശ്രീ CR രാജേഷ് കുമാർ, കേരളത്തിൽ പണിയെടുക്കുന്ന അന്യഭാഷാ തൊഴിലാളികൾ, അവർ ഇവിടെ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം കൊണ്ടുപോകുന്നത് ബംഗാളിലും ബീഹാറിലും ഝാർഖണ്ഡിലും ഉത്തരാഖണ്ഡിലൊക്കെയുമാണ്. എന്നാൽ നിങ്ങളെപ്പോലുള്ള പ്രവാസികൾ മണലാരണ്യങ്ങളിൽ വിയർപ്പൊഴുക്കിയുണ്ടാക്കുന്നതിൻ്റെ പ്രയോജനം അനുഭവിക്കുന്നത് കേരളമാണ്, നമ്മുടെ സംസ്ഥാനമാണ്. അതായത് കേരളത്തിൻ്റെ സമ്പദ്ഘടനയുടെ നട്ടെല്ലാണ് പ്രവാസികൾ. നേതാക്കന്മാരെല്ലാം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഇത് അംഗീകരിക്കുന്നുമുണ്ട്. അവർ അത് എല്ലാ വേദികളിലും പറയാറുമുണ്ട്. അപ്പോൾ പ്രവാസികൾക്കല്ലേ ഈ അന്യസംസ്ഥാന തൊഴിലാളികളെക്കാൾ സർക്കാർ പരിഗണന കൊടുക്കേണ്ടത്?
നിലവിൽ നോർക്ക ഇറക്കിയ ഉത്തരവ് പ്രകാരം നിങ്ങളുടെ സ്റ്റാറ്റസ്, പ്രവാസികളുടെ സ്റ്റാറ്റസ് ഈ അന്യ സംസ്ഥാന അന്യഭാഷ തൊഴിലാളികളെക്കാൾ താഴെയാണ് എന്നുള്ളതാണ്. നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന പരിഗണന പോലും അർഹിക്കുന്നില്ല എന്നാണ് സർക്കാരിൻ്റെ കണ്ടെത്തൽ. മാതൃഭൂമിക്കായി വീരമൃത്യു വരിച്ച വീര ജവാന്മാർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ഒമാനിലെ പ്രവാസി സമൂഹം. ജനം ടിവിയുടെ ഈ ഒരു ശ്രമം പ്രവാസികളുടെ പ്രശ്നങ്ങൾ തുറന്നു കാണിക്കുക നടത്തിയ ഈ ശ്രമത്തിന് ഞങ്ങൾ പ്രവാസികൾ നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രവാസികളെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ദരിദ്ര സംസ്ഥാനം ആയിരുന്ന ഒരു സംസ്ഥാനത്ത് ഈ വിധത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നത് പ്രവാസി മലയാളികളാണ്. അവര് ഈ മണലാരണ്യത്തിൽ കഷ്ടപ്പെട്ട് അവരുടെ വിയർപ്പും ജീവനും ഒരുക്കി പടിപടിയായി കേരളത്തെ ഉയർത്തിക്കൊണ്ടുവന്നു. കേരളം ഈ കാണുന്ന അവസ്ഥയിലെത്തി. കേരളത്തിന്റെ വരുമാനത്തിന്റെ 50% കൂടുതൽ പ്രവാസികളുടെ വരുമാനമാണ്. എന്നിട്ടും കേരള സർക്കാർ അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള സർക്കാരുകളായാലും പ്രവാസികളെ വെറും രണ്ടാന്തര പൗരന്മാരായി കണ്ടുകൊണ്ടിരുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ അതിഥി തൊഴിലാളികൾ നമ്മൾ വിശേഷിപ്പിച്ച് കൊണ്ടിരുന്ന നമ്മുടെ അന്യഭാഷാ തൊഴിലാളികളെ അവർക്ക് ചെയ്തു കൊടുത്ത സേവനങ്ങളും കാര്യങ്ങളും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ ഒരു അവസരത്തിൽ ഇവിടെ ഒരു പ്രവാസികൾ നാട്ടിലേക്ക്, ഓരോ പ്രവാസികളും മരിച്ചു വീഴുന്ന അവസരത്തിൽ നാട്ടിലേക്ക് തിരിച്ചു വരുവാൻ വേണ്ടി അവൻ കാത്തിരിക്കുന്ന സമയത്താണ് ഈ ഒരു ടെസ്റ്റും ഒക്കെ ആയിട്ട് ഗവൺമെന്റ് വന്നിരിക്കുന്നത്. ഈ അവസരത്തിൽ എങ്ങനെ നാട്ടിലെത്തണം എന്നാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസംഗത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാട്ടിൽ തിരിച്ചെത്തി കഴിഞ്ഞാൽ പെറ്റമ്മയുടെ അടുത്ത് എത്തിയതിന് തുല്യമാണെന്നാണ് പറഞ്ഞത്. ശരിക്കും ഞങ്ങൾക്ക് പെറ്റമ്മയുടെ അടുത്ത് എത്തേണ്ടതാണ്, അതിനുവേണ്ടിയാണ് ആഗ്രഹം. പക്ഷെ ഇക്കണക്കെയുള്ള ഈ ടെസ്റ്റുകളൊക്കെ വന്നിട്ട് നമ്മൾക്ക് നാട്ടിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായി മാറിയിരിക്കുന്ന അവസരത്തിൽ ഗവൺമെന്റ് ഈ ഒരു നിലപാടിൽ നിന്ന് മാറേണ്ടതാണ്. പ്രവാസികൾക്ക്, അന്യഭാഷാ തൊഴിലാളികൾക്ക് കൊടുക്കുന്ന ഒരു പരിഗണനയെങ്കിലും തരുന്നില്ല എന്നുള്ളത് വളരെ മോശമുള്ള അവസ്ഥയാണ് ഇപ്പോൾ. തീർച്ചയായിട്ടും ഞങ്ങൾ അതിൽ വളരെ പ്രതിഷേധത്തിലാണ്. ഗവൺമെന്റിന്റെ പുതിയ ഒരു നയത്തിലേക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ശ്രീ സതീഷ് നൂറനാട്, UDF സർക്കാരിൻ്റെ കാലത്താണ് നോർക്ക സംവിധാനം സ്ഥാപിക്കുന്നത്. നോർക്ക കൊണ്ട് പ്രവാസികൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടായിട്ടുണ്ടോ? ഇപ്പോഴേ ഈ കോവിഡ് പ്രതിസന്ധി കാലത്ത് നമ്മളിപ്പോ ചർച്ച ചെയ്യുന്ന വിഷയം സർ ആദ്യം സൂചിപ്പിച്ചതുപോലെ അതിൽ 1-2 കാര്യങ്ങൾ പറയാതെ അതിലേക്ക് കടക്കാൻ പറ്റത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പറഞ്ഞു ഇന്നിപ്പോ നോർക്കയുടെ കാര്യങ്ങൾ പറഞ്ഞു, അതുപോലെ തന്നെ നമ്മുടെ ടെസ്റ്റിന്റെ കാര്യം പറഞ്ഞു. നമ്മുടെ നാട്ടിലേക്ക് പുറപ്പെടുന്ന ആൾക്കാർക്ക് 48 മണിക്കൂറിന് മുമ്പേ ടെസ്റ്റ് പോസിറ്റീവ് അല്ല നെഗറ്റീവായ സർട്ടിഫിക്കറ്റ് വേണമെന്നാണ് ഇന്ന് കേരള സർക്കാർ പറഞ്ഞിരിക്കുന്നത്. അതിന് പ്രധാനമായും നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 4 രാജ്യങ്ങൾ, ഗൾഫിലെ 4 രാജ്യങ്ങൾ, ഒമാൻ അടക്കം, ഒമാൻ, സൗദി അറേബ്യ, കുവൈറ്റ്, അതുപോലെ തന്നെ ബഹ്റൈൻ, ഈ 4 രാജ്യങ്ങളും ഇന്ന് കേരള സർക്കാർ പറഞ്ഞിരിക്കുന്ന, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന ട്രൂനാറ്റ് ടെസ്റ്റ് ആരോഗ്യ മന്ത്രാലയങ്ങൾ ഈ രാജ്യങ്ങളെ അംഗീകരിച്ചിട്ടില്ല. അതുപോലെ തന്നെ പോളിമർ ചെയിൻ റിയാക്ഷൻ ടെസ്റ്റ് PCR ടെസ്റ്റ് ഈ രാജ്യങ്ങൾ ഇതുവരെ അംഗീകരിച്ചതായിട്ട് ഒരു ആരോഗ്യ മന്ത്രാലയത്തിന്റെ കുറിപ്പോ അങ്ങനെ മറ്റുള്ള ഔദ്യോഗിക വിശദീകരണങ്ങളോ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ടെസ്റ്റ് നടത്തും 1000 രൂപയിൽ ഇന്ത്യൻ മണി താഴെയുള്ളൂ എന്നൊക്കെ പറയുന്നത് വ്യാജമാണ്. ഇവിടത്തേക്ക് ടെസ്റ്റ് കിറ്റുകൾ കൊടുക്കാം എന്ന് സർക്കാർ പറയുമ്പോൾ തന്നെ ഇവിടുത്തെ ആരോഗ്യ മന്ത്രാലയം സ്വീകരിക്കണമെന്നില്ലല്ലോ. ഈ ആരോഗ്യ മന്ത്രാലയം സ്വീകരിക്കാത്ത ഒരു സാധനം എങ്ങനെ നമ്മൾ കൊടുക്കും? ഇത് നടപ്പിലാക്കണമെങ്കിൽ കേരള സർക്കാർ കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ആരോഗ്യ മേഖലയുമായി എംബസി കൊണ്ട് ബന്ധപ്പെട്ടിട്ട് വേണം ഇതിവിടെ നടപ്പിലാക്കാനുള്ളത്. അതിനൊക്കെ വളരെ കാലതാമസം നേരിടുന്ന ഒരു സംഭവമാണ്. അപ്പൊ ആ ഒരു സ്ഥിതിവിശേഷം ഇവിടെ നിലനിൽക്കുമ്പോഴാണ് ഈ പുതിയ രീതിയിലേക്കുള്ള കാര്യങ്ങൾ ഇപ്പോ ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. ഇന്ന് തന്നെ കേരള ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ തന്നെ പ്രവാസികളോട് പറയുന്നത് എന്താണ്? പ്രവാസികളെ അന്യ സംസ്ഥാന തൊഴിലാളികളെക്കാളും വളരെ കഷ്ടമായിട്ട് 4-കിട
പൗരന്മാരെക്കാളും അപ്പുറമാണ് എന്ന് കേരള സർക്കാർ കാണുന്ന രീതിയിലാണ് നോർക്ക എന്നൊരു അഫിഡവിറ്റ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചേക്കുന്നത്. ഈ നോർക്ക എന്ന് പറഞ്ഞപ്പോ എന്നോട് ചോദ്യം ചോദിച്ചതിലേക്ക് ഞാൻ വരികയാണ്. നോർക്ക എന്ന് പറയുന്നത് നമ്മൾക്ക് പ്രവാസികൾ തിരിച്ചു പോകാൻ വേണ്ടി ഇവിടെ കഷ്ടപ്പെട്ട് ഇവിടെ കോവിഡിന്റെ വ്യാപ്തി കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗൾഫ് രാജ്യങ്ങളിൽ ആൾക്കാർ മരണപ്പെട്ടുകൊണ്ടിരിക്കുക, ഭീതി നിഴലിക്കുകയാണ്, ആഹാരമില്ല, ജോലിയില്ല. അങ്ങനെ ഭീതിയുടെ നിഴലിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നോർക്ക തിരിച്ചു പോകാൻ വേണ്ടി രജിസ്ട്രേഷൻ ഏർപ്പെടുത്തുന്നത്. രജിസ്ട്രേഷൻ ഏർപ്പെടുത്തിയപ്പോൾ വളരെ ഭയങ്കര അഭൂതപൂർവമായ രജിസ്ട്രേഷനാണ് നോർക്കയിൽ വന്നത്. പക്ഷെ ഈ നോർക്ക അതിനുശേഷം തിരിച്ചു പോകുവാൻ വേണ്ടി എംബസിയിൽ രജിസ്റ്റർ ചെയ്തിട്ട് വന്ദേ ഭാരത് മിഷനിൽ കൂടി ഫ്ലൈറ്റുകൾ അനുവദിച്ച് ഇവിടെ വന്നിട്ട് പോകാൻ തുടങ്ങിയപ്പോൾ നോർക്ക സൈലന്റ് ആയി. ഈ ഗൾഫ് രാജ്യങ്ങളിലെ നോർക്ക എന്ന് പറയുന്ന സംഘടന, പ്രത്യേകിച്ച് ഒമാനിലെ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒമാനിൽ നിന്നുള്ള ഒരാൾ ഈ പ്രവാസി ക്ഷേമനിധി ബോർഡിലെ ഒരാളാണ് ഇന്നത്തെ സർക്കാരിനെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഇടത് സഹയാത്രികനാണ്. അദ്ദേഹത്തിന് പോലും പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുമായിരുന്നു നോർക്ക കൊണ്ട്. ഈ ഗൾഫ് മേഖലകളിൽ 230-ലധികം മലയാളികൾ മരിച്ചു, കോവിഡ് ബാധിച്ചു മരിച്ചു, ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, അസുഖങ്ങളിൽ വന്നിട്ട് ഭീതി കൊണ്ട് മരണമടഞ്ഞവരുണ്ട്, പിന്നെ വളരെ കഷ്ടപ്പെടുന്നവരുണ്ട്. ഇവർക്കൊക്കെ നോർക്ക എന്ത് സഹായമാണ് ചെയ്തത്? ഇതുവരെ ഒരൊറ്റ സഹായം ഈ നോർക്കയുടെ ഭാഗത്തൊന്നും ചെയ്തിട്ടില്ല. ഒരു കാര്യങ്ങൾ നോർക്ക ഇടപെട്ടിട്ടില്ല. ഈ ഒറ്റ ഗൾഫ്, ഒമാനെ സംബന്ധിച്ചുള്ള എനിക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഞാനിപ്പോ ഒമാനിൽ മസ്കറ്റിൽ നിന്നും 200 കിലോമീറ്റർ അപ്പുറത്ത് താമസിക്കുന്ന ഒരാളാണ്. നിസ്വ എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ തന്നെ അറിയാം സന്നദ്ധ സംഘടനകൾ, കോൺഗ്രസ്, അതുപോലെ KMCC, അതുപോലെ മറ്റുള്ള സന്നദ്ധ സംഘടനകൾ കൊടുക്കുന്ന കിറ്റുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നിട്ടുള്ളത്, ആൾക്കാർ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നോർക്കയ്ക്ക് ചെയ്യാവുന്ന പല കാര്യങ്ങളുണ്ട്. ഇന്ന് നോർക്ക കോടിക്കണക്കിന് രൂപ മുടക്കി അവരുടെ ഓഫീസ് നവീകരിക്കുന്ന ആ പൈസയിൽ 1 ലക്ഷം രൂപ വെച്ച് കൊടുത്താൽ പോലും 230 2 കോടിയാണ് ഈ ഘട്ടത്തിൽ നോർക്ക ആസ്ഥാനം നവീകരിക്കാൻ വേണ്ടി, മോടി പിടിപ്പിക്കാൻ വേണ്ടി സർക്കാർ കൊടുത്തത്. കഴിഞ്ഞ ദിവസമാണ് അതിന്റെ ഉത്തരവിറങ്ങിയത്. അതെയാണ് ഞാൻ പറയുന്നത്. ഈ നോർക്കയുടെ ഈ 2 കോടി രൂപ ഈ ഓഫീസ് മോടി പിടിപ്പിക്കുന്നതിന് കൊടുക്കുന്നതില് അതിനേക്കാളും നല്ലത് ഈ ഗൾഫ് രാജ്യങ്ങളിൽ മരണപ്പെട്ട പ്രവാസികൾക്ക് അവരുടെ കുടുംബങ്ങൾക്ക് 1 ലക്ഷം രൂപ വെച്ചെങ്കിലും സഹായം കൊടുക്കാവുന്ന ഒരു ഫണ്ടാണ്. അതുപോലെ നോർക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ പല ആൾക്കാർക്കും അസുഖം മൂർധന്യാവസ്ഥയിൽ കിടക്കുന്നുണ്ട്, പോകാൻ പറ്റാതെ കിടക്കുന്നുണ്ട്, വളരെ ജോലി നഷ്ടപ്പെട്ട് കിടക്കുന്നുണ്ട്, ജീവഹാനി സംഭവിക്കുമെന്ന് മനസ്സുകൊണ്ട് പറഞ്ഞ് നമ്മളെ ഫോൺ വിളിച്ച് എത്രയോ പേരാ സംസാരിക്കുന്നത്. എങ്ങനെങ്കിലും ഒന്ന് കയറ്റി വിട്ടാൽ മതി, അപ്പൊ അവർക്ക് ടിക്കറ്റ് എടുക്കാൻ പോലും പണമില്ല. എന്നാൽ ഈ നോർക്ക ഒരു ഫ്ലൈറ്റ് ആഴ്ചയിൽ ഒരു സർവീസെങ്കിലും നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ ഒരു ഫ്ലൈറ്റ് സർവീസ് ആരംഭിക്കട്ടെ. അതുമില്ല, ഒന്നും ചെയ്യുന്നില്ല. നോർക്ക ഒന്നും ചെയ്യുന്നില്ല. ഇവിടുത്തെ ഇപ്പോൾ ഞാൻ പറയുന്നു, ഇനിയിപ്പോ ആരെന്ത് പറഞ്ഞാലും ഈ നാഴികയ്ക്ക് 40 വട്ടം എന്ത് കാര്യങ്ങളെ കുറിച്ചും ഇവിടെ ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾക്ക് ഇടപെടാൻ വേണ്ടി നിന്നിരുന്ന ഇടത് പക്ഷ സംഘടനകൾ ഇന്ന് ഈ ഒമാനിൽ നല്ല ഗൾഫ് മേഖലകൾ ഒരിടത്തും ഒരു കാര്യവും ചെയ്യുന്നില്ല. അത് ഒന്നുകിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ പേടിച്ചിട്ടായിരിക്കണം, അല്ലെങ്കിൽ അവിടെ നിന്നുള്ള നിർദ്ദേശം കാണും. നിങ്ങളിപ്പോൾ ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനങ്ങൾക്ക് അനുസരിച്ച് നിൽക്കുക. അതായത് ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ സംഭവം എന്താ? ഞങ്ങൾ നമ്പർ 1 ആണ്, കേരളം നമ്പർ 1 ആണ്. ആരോഗ്യ മേഖലയിൽ ഇതുവരെ ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാ സംവിധാനങ്ങളും ഇപ്പൊ കേൾക്കുന്ന അവര് പറയുന്ന നമ്പർ 1 ആയിട്ട് ലോക മാധ്യമങ്ങളെല്ലാം ഇവരെ പുകഴ്ത്തുന്നു എന്ന് പറയുന്നു. ഇതില് അവർക്ക് കേരള സർക്കാരിന്റെ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിന്റെ പേര് നഷ്ടപ്പെടരുതെന്നുള്ള ഒരു ആശങ്കയാണ് കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അവർക്കിത് പ്രവാസികൾ മടങ്ങി വരരുത്, പ്രവാസികളെ ഒരു രോഗവാഹകർ, രോഗം പരത്തുന്നവർ ആയിട്ടാണ് കേരളത്തിൽ ചിത്രീകരിക്കുന്നത്. ഇന്നത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. കൊല്ലത്ത് ഒരു പ്രവാസി മടങ്ങി വന്നിട്ട് നാട്ടുകാരെല്ലാവരും കൂടി അദ്ദേഹത്തെ സ്വന്തം വീട്ടിലേക്ക് കടക്കാൻ അനുവദിക്കുന്നില്ല. മുഖ്യമന്ത്രി പറഞ്ഞ എന്താ? പിറന്ന മണ്ണാണ്, സ്വന്തം മണ്ണാണ്, നിങ്ങളെല്ലാരും വരിക, കേറി വാടാ മക്കളെ എന്ന് പറഞ്ഞ ഇവിടുത്തെ മന്ത്രിമാരും MLA മാരും എല്ലാം പറയുമായിരുന്നു പ്രവാസികളെ കുറിച്ച്. പ്രവാസികൾ ഇങ്ങോട്ട് വന്നു തുടങ്ങിയപ്പോൾ 2.5 ലക്ഷം ബെഡുകൾ കാണാനില്ല, 1,68,000-ഓളം ബെഡുകൾ സജ്ജമാക്കി എന്ന് പറയുന്നവർ കാണാനില്ല. അപ്പോഴേ ഇതൊക്കെ ഇനി പ്രവാസികൾ ഇനി കൂടുതൽ വന്നു കഴിഞ്ഞാൽ, ചാർട്ടേഡ് വിമാനങ്ങളടക്കം വന്നു കഴിഞ്ഞാല് ഈ കേരളത്തിൽ ഇന്ന് ഇവർ കെട്ടിപ്പൊക്കിയിരിക്കുന്ന ചീറ്റ് കൊട്ടാരം തകർന്നു വീഴും എന്നുള്ള അവസ്ഥയിലേക്ക് പോകുമ്പോഴാണ് സർക്കാർ ഇങ്ങനെയുള്ള പ്രവാസികളെ വെറും 3ാം കിട പൗരന്മാരായിട്ട് കണ്ടുകൊണ്ട് ഇതേ രീതിയിലേക്ക് മാറുന്നതെന്നാണ് തോന്നുന്നത്. ഇപ്പൊ പ്രവാസികളെ ഇന്ന് നാട്ടിൽ 2 തരക്കാരായിട്ട് തിരിച്ചിരിക്കുകയാണ്. പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, നിരന്തരം പ്രവാസികളെ കുറിച്ച് സംസാരിച്ച് പ്രവാസികൾ എന്തോ ഭീകരജീവികളാണ്, ഈ രോഗം കൊണ്ട് നാട്ടിലേക്ക് വരുന്നവരാണെന്നുള്ള ആ ഒരു ചിന്താഗതിയാണ് കേരളത്തിൽ ഒരുപാട് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്നത്. ഇത് സമൂഹ മാധ്യമങ്ങളിൽ കൂടി വ്യാപകമായി പ്രചരിക്കുകയല്ലേ? പ്രവാസികൾ ഇങ്ങനെ രോഗം കൊണ്ടുവരികയാണ്. അപ്പോഴാ ജനങ്ങൾക്ക് ആശങ്ക ഉണ്ടാകും. ആ ആശങ്കയിലെ കേരളത്തിലെ
ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ജനതയുടെ മുന്നിലെ ഒരു സംസ്ഥാന ഗവൺമെന്റ്, ഒരു സർക്കാർ ഇതിനെ വിഭജിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളെ വിഭജിക്കുകയാണ്. പ്രവാസികളെ മറ്റൊരു ഇതിൽ കാണുകയാണ്. ഈ 70,000 കോടി റെമിറ്റൻസ് കേരളത്തിലേക്ക് എത്തുകയാണ്. നമ്മുടെ സമ്പത്തിന്റെ നല്ലൊരു വിഭാഗം എത്തുന്നത് ഈ ഗൾഫ് മേഖലകളിൽ നിന്നുള്ള പ്രവാസികളിൽ നിന്നാണ്. അപ്പൊ ആ പ്രവാസികളെ കൈപിടിച്ച് സംരക്ഷിക്കേണ്ട സർക്കാരാണ് അവരെ പുറംകാല് കൊണ്ട് തട്ടി തെറിപ്പിക്കുന്നത്. ഇതൊരിക്കലും ഭൂഷണമായ നടപടിയല്ല. അതാണ് ഞങ്ങൾ പ്രതിപക്ഷം, അതായത് UDF നേതൃത്വമുള്ള പ്രതിപക്ഷം ശക്തമായി ഇതിനെ ഇവരുടെ ഗവൺമെന്റിന്റെ നിലപാടുകളെ എതിർക്കുകയാണ്. ഗവൺമെന്റ് കേന്ദ്ര സർക്കാരുമായിട്ട് കൊമ്പ് കോർക്കാതെ രണ്ടുപേരും പരസ്പരം സഹകരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. കേന്ദ്ര സർക്കാരിനും ഇതിന് നിർണായകമായ പങ്കാണ്. അപ്പൊ ഒരു വിദേശ രാജ്യത്ത് കിടക്കുന്ന ആളുകളുടെ സംരക്ഷണം നോക്കുമ്പോൾ 20 ലക്ഷം കോടിയൊക്കെ പാക്കേജ് പ്രഖ്യാപിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനും പ്രവാസികൾക്ക് വേണ്ടി ചെയ്യാം, തീർച്ചയായിട്ടും ചെയ്യാം. മറ്റേ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രം പോകുന്ന അവസ്ഥയിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് മാറരുത്. സംസ്ഥാന ഗവൺമെന്റുമായിട്ട് ഏകോപനം ഉണ്ടാവണം. ഇപ്പൊ ഒരു പരസ്പരം കൊമ്പ് കോർക്കുകയാണ്. കൊമ്പ് കോർത്തിട്ട് ഈ പ്രവാസികളെ ശരിക്കും രണ്ട് ഗവൺമെന്റും സംരക്ഷിക്കുന്ന രീതിയിലേക്കല്ല പോകുന്നത്. ഇത് വളരെ വേദനാജനകമാണ്. ഇത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. പ്രവാസികൾ എങ്ങനെ ആരോട് പോയി സമാധാനം പറയും? ഇതിന്റെ മറ്റൊരു വശം കൂടെ ഇതിപ്പോ പറയുന്നു കേരളത്തിലേക്ക് പോകാൻ നെഗറ്റീവ് ടെസ്റ്റിന്റെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയുന്നു. ഇതേ ചോദ്യം നമുക്ക് തിരിച്ചു വെച്ചുകൂടെ? ഈ ഗൾഫ് രാജ്യങ്ങൾ പറയുന്നു, ഗൾഫ് രാജ്യങ്ങളിലെ സർക്കാർ പറയുകയാണ്, നിങ്ങൾ ഇവിടുള്ള വിദേശികൾ മൊത്തം പോസിറ്റീവ് ആയിട്ടുള്ളവർ നാട്ടിൽ പൊക്കോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ, കേരള സർക്കാർ എന്തെടുക്കും? ഇവിടുത്തെ മലയാളികൾ ഇവിടെ കിടന്ന് ചത്തോ, അല്ലെ ഇന്ത്യക്കാർ ഇവിടെ കിടന്ന് ചത്തോട്ടെ എന്ന് കരുതുന്നു അവര്? എനിക്ക് ചോദിക്കാനുണ്ട്. ഇവിടുത്തെ ഗവൺമെന്റ് നമ്മളോട് ഇവിടുന്ന് പോസിറ്റീവായ ഒരു പൊക്കോളം പറയുകയാണ്. ആ ഒരു മഹാമനസ്കത ഈ രാജ്യത്ത് കാണിക്കുന്ന അത്രയും പോലും നമ്മുടെ സംസ്ഥാന സർക്കാരോ മറ്റുള്ള സർക്കാരുകളോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ വിഷമമായിട്ട് വരുന്നത്. ശ്രീ VK ഷഫീർ, പ്രവാസികളോടുള്ള സർക്കാരിൻ്റെ നയം ഇതാണ്, നിലപാട് ഇതാണ്, അതാണ് ഇന്ന് നോർക്കയുടെ ഉത്തരവിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ശ്രീ ഷഫീർ, താങ്കളൊരു മാധ്യമ പ്രവർത്തകനാണ്. ഇതിന് പിന്നിലെ, ഇത്തരമൊരു ഉത്തരവ് ഇറക്കിയതിന് പിന്നിലെ ചേതോവികാരം എന്തായിരിക്കാം? സാർ, പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു വിഷയം സംസാരിക്കുന്നതിന് മുമ്പ് ഈ ഒരു അവസ്ഥ, ഇപ്പോഴത്തെ സർക്കാരിന്റെ തീരുമാനം പ്രവാസികളെ വല്ലാത്തൊരു തലത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ള വസ്തു അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്. കുറച്ചു കാലമായിട്ട്, കാരണം ഇപ്പോ ഈ കോവിഡ് മൂലം 7 മലയാളികളാണ് ഒമാനിൽ ഇതുവരെ മരണപ്പെട്ടതെന്നാണ് ഔദ്യോഗികം. എന്നാൽ 20ഓളം ആളുകൾ ഹാർട്ട് അറ്റാക്ക് ആയിട്ടും ആത്മഹത്യ ചെയ്യുകയാണ്. അപ്പൊ ഈ ഒരു വശത്ത് സത്യത്തിൽ എന്തുകൊണ്ടാണ് ഇപ്പോ ആളുകളൊരു ഡിപ്രഷൻ എന്ന് പറയാൻ പറ്റില്ല, അതിനപ്പുറമുള്ളൊരു തലത്തിലേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുക? ഇതെങ്ങനെ ഈ സാഹചര്യം? കാരണം പ്രധാനമായിട്ടും കുറച്ചു കാലം മുമ്പ് വരെ, ഉദാഹരണത്തിന് കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ച ആദ്യ നാളുകളിലെല്ലാം തന്നെ ജോലി, വരുമാനം ഇതെല്ലാമായിരുന്നു ഇവർ അലട്ടിയിരുന്നെങ്കിൽ ഇന്ന് അതൊക്കെ മാറിക്കൊണ്ട് ജീവന് വേണ്ടിയുള്ള ഒരു നിലനിൽപ്പ്, അല്ലെങ്കിൽ ജീവൻ എന്താവും, ജീവൻ ബാക്കി ഉണ്ടാവുമോ എന്നുള്ള പേടി പലർക്കും. ഇന്ന് പലരും കണ്ട് സംസാരിക്കുമ്പോൾ ഇവര് ഈ ഒരു രീതിയിലാണ്. അപ്പൊ പെട്ടെന്ന് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഇങ്ങനെ ഒരു തീരുമാനം വന്നപ്പോ ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് താങ്കൾ ഉദ്ധരിക്കുകയുണ്ടായി. ഇപ്പൊ ഗൾഫിലെ സാഹചര്യങ്ങൾ മന്ത്രിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ ആ മന്ത്രിയെ ഒരു പരിധിക്കപ്പുറം കുറ്റപ്പെടുത്താൻ തയ്യാറാവുന്നില്ല. കാരണം ഒരു സ്റ്റേറ്റിന്റെ മൊത്തം ഉത്തരവാദിത്തമുള്ള മന്ത്രി ഒരു പക്ഷേ ഗൾഫിലെ കാര്യങ്ങൾ അപ് ടു ഡേറ്റ് ആയിരിക്കില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ അവരാ കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ആരാണ്? അതാണ് ഞാൻ ചോദിച്ചത്. അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? അവരാ ഉത്തരവാദിത്തം അറിയിക്കേണ്ടത് ആരാണ്? ഗൾഫിൽ ഇതാണ് സ്ഥിതി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനൊരു ടെസ്റ്റിന് ഇപ്പോ ഇവര് സജ്ജരല്ല എന്നൊക്കെ അവരെ മനസ്സിലാക്കി കൊടുക്കേണ്ടത് ആരായിരുന്നു? അവിടെ സന്നദ്ധ സംഘടനകളായാലും അല്ലെങ്കിൽ സർക്കാരിന്റെ ഔദ്യോഗിക സംഘടനകളിൽ ചോദ്യം ചെയ്യപ്പെടും. ഇപ്പൊ ഇതേവരുടെ ചെലവിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പൊ 1000 രൂപ എന്ന് പറഞ്ഞു, പക്ഷെ അതിനെ കുറിച്ചൊരു വ്യക്തത വരുത്താൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഇപ്പോ ഉദാഹരണത്തിന് ഇന്നിപ്പോ വന്ന പുതിയ സ്റ്റേറ്റ്മെന്റ് പ്രകാരം 4 ദിവസം കൂടി സർക്കാരിന്റെ ഈ തീരുമാനത്തിന് അതൊരു സ്റ്റേ പോലെ അല്ലെങ്കിൽ ഒരു അവധി ലഭിക്കും. അപ്പൊ ഇന്നിപ്പോ എന്നെ വിളിച്ച ഒരുപാട് കുടുംബങ്ങൾ, അതൊരു 4 അംഗങ്ങളുള്ള ഒരു കുടുംബം നാട്ടിലേക്ക് പോകാൻ 21-ാം തീയതി വന്ദേ ഭാരത് ടിക്കറ്റ് നാട്ടിൽ പോകേണ്ടവരാണ്. പക്ഷെ അവർക്ക് യാത്ര നടക്കുമോ ഇല്ലയോ എന്നുള്ള ആശങ്ക നിൽക്കുകയാണ്. ആരും അവർക്കൊരു ഒഫീഷ്യൽ സ്ഥിരീകരണം കൊടുത്തിട്ടില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ്, കാരണം പോകാൻ പറ്റുമോ ഇല്ല, അവിടെയില്ല ഇവിടെയില്ല എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് വരുമ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. അല്ലെങ്കിൽ അതനുസരിച്ചുള്ള കാര്യങ്ങൾ പരിഹരിക്കാൻ ഇവിടെ ആരും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. ഉദാഹരണത്തിന്
ഇവിടെ ചില കാര്യങ്ങൾ നമുക്ക് ഔദ്യോഗികമായിട്ടൊക്കെ ലഭിക്കില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്നത്തെ സ്ഥിരീകരണ പ്രകാരം 484 പ്രവാസികൾക്ക് വിദേശികൾക്ക് രോഗം സ്ഥിരീകരിച്ചിരിക്കും. ഇതിൽ എത്ര ഇന്ത്യക്കാരുണ്ട് അല്ലെങ്കിൽ എത്ര മലയാളികൾ ഉണ്ടെന്ന വിവരം നമുക്ക് കിട്ടില്ല. പക്ഷെ നമുക്ക് കിട്ടുന്ന ഒരു വിവരമുണ്ട്. എത്ര മലയാളികൾ പോകുവാൻ വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻ എംബസിയിൽ നോർത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കണക്ക് ചോദിക്കുമ്പോൾ ആർക്കും വ്യക്തമായിട്ടുള്ള കണക്കൊന്നും തരാൻ പറ്റില്ല. അപ്പൊ ആദ്യം വേണ്ടത് ഇതാണ്, എത്ര പേർക്ക് പോകാൻ രജിസ്റ്റർ ചെയ്തിട്ടില്ല, എത്ര പേർക്ക് പോകണം. ഇതൊന്നും തന്നെ നമുക്ക് ചോദിച്ചാൽ വിവരങ്ങളിൽ കിട്ടാറ്. അപ്പൊ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ വന്നിരിക്കുന്ന അല്ല ഷഫീർ, നേരത്തെയും ഇവിടെ നോർക്കയിലൂടെ രജിസ്റ്റർ ചെയ്തതിൻ്റെ കാര്യം പറയുകയുണ്ടായി. പക്ഷേ നോർക്ക രജിസ്ട്രേഷൻ പ്രവാസികൾ എത്ര പേർക്ക് മടങ്ങി വരണം ആ ഒരു കണക്ക് അല്ലല്ലോ. അവർ അതായത് പൊതുവിൽ അന്ന് പറഞ്ഞത് അതായിരുന്നു, എത്ര പേർക്ക് തിരിച്ചു വരണം എന്നൊക്കെ കണക്ക് എടുക്കാൻ വേണ്ടിയാണ്, ആ ഒരു കണക്കെടുപ്പിന് വേണ്ടിയാണ് രജിസ്ട്രേഷൻ എന്നൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് തോന്നുന്നില്ല നോർക്ക ശേഖരിച്ച ഡാറ്റ ഏതെങ്കിലും തരത്തിൽ പ്രയോജനം ചെയ്തു എന്ന്. കാരണം ഇന്ത്യൻ എംബസിയിൽ രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമാണല്ലോ ഈ വന്ദേ ഭാരത് മിഷൻ വഴി നാട്ടിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുന്നത്. അപ്പം നോർക്കയുടെ കണക്കെടുപ്പ് അവിടെ തന്നെ നിൽക്കുകയാണ്. നോർക്ക എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിൽ പ്രവാസികളുടെ കണക്ക് ശേഖരിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതയുണ്ട്. മാത്രമല്ല പല മലയാളികളും തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്തു. കാരണം ഈ നോർക്ക വഴി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ആണ് പരിഗണന കിട്ടുക, അല്ലെങ്കിൽ അവർക്ക് മാത്രമേ നാട്ടിലേക്ക് മടങ്ങാനാവൂ എന്ന ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് നോർക്കയിൽ പലരും രജിസ്റ്റർ ചെയ്തു. ഇന്ത്യൻ എംബസിയിൽ രജിസ്റ്റർ ചെയ്യാൻ പലരും മടിക്കുകയും ചെയ്തു. കാരണം നമ്മളിപ്പോൾ 1.5 മാസമായി ഈ സംവാദം തുടർച്ചയായി നടക്കുന്നു. പലരും പങ്കുവച്ച ആശങ്ക അത് തന്നെയായിരുന്നു. പലർക്കും അറിയില്ല എവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി പോകാൻ പറ്റും എന്ന കാര്യത്തിലൊരു സംശയമൊക്കെ അവശേഷിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഒരു പക്ഷേ ഈ നോർക്കയിൽ രജിസ്റ്റർ ചെയ്തവരൊക്കെ കാത്തിരിക്കുന്നുണ്ടാവും. സാധാരണക്കാരായിട്ടുള്ള നിരവധി മലയാളികളുണ്ടല്ലോ, അവരും നോർക്ക വിളിക്കും അല്ലെങ്കിൽ നോർക്ക വഴി അറിയിപ്പുണ്ടാകും എന്ന പ്രതീക്ഷയിലൊക്കെ കാത്തിരിക്കുന്നവരുണ്ടാവാം. ശരിയല്ലേ അത്? അല്ല, തീർച്ചയായിട്ടും. പക്ഷെ അജിത് സാർ വേറെ കാര്യം മനസ്സിലാക്കാനുള്ളതുണ്ട്. ഇവിടെ ഇപ്പോ ഈ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഭൂരിഭാഗം ആളുകൾ അതല്ലെങ്കിൽ ഇവിടെ ഒരു ശരാശരി മലയാളി ഇന്നിപ്പോ ഇവിടെ ഉള്ള ആള് നാട്ടിലേക്ക് പോകാൻ, ഇപ്പൊ എന്റെ പാനലിലുള്ള സുഹൃത്തുക്കളായാലും അല്ലെങ്കിൽ പുറത്തുള്ളവരായാലും ശരാശരി മലയാളി ഇതോടൊന്ന് പോയിക്കൊണ്ട് നാട്ടിൽ ഇപ്പോ നേരത്തെ സംസാരിച്ച സുഹൃത്ത് പറഞ്ഞല്ലോ, കൊല്ലത്ത് ഒരു പ്രവാസിക്കുണ്ടായ അനുഭവം വീട്ടിലേക്ക് കടത്തുന്നില്ല എന്നുള്ളത്. ഇതൊക്കെ എല്ലാവരും കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഈ അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ട്. സത്യത്തിൽ ഒരാളെ സംബന്ധിച്ച് പോകാനൊന്നും ഇഷ്ടമില്ല, ഇവിടെ തന്നെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോ അതിനേക്കാളും അല്ല ഷഫീർ, അത് അങ്ങനെ സംഭവിക്കാൻ കാരണം ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റീനും എടുത്തു കളഞ്ഞല്ലോ. അതിന് ഭീമമായ തുക വരും എന്ന് അറിയാവുന്നത് കൊണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റീൻ സർക്കാർ എടുത്തു കളയുന്നു. കാരണം അതുമാത്രമല്ല, ഇങ്ങനെ പ്രവാസികളുടെ എണ്ണം കൂടിയപ്പോൾ, നാട്ടിലേക്ക് തിരിച്ചെത്തുന്ന പ്രവാസി മലയാളികളുടെ എണ്ണം കൂടിയപ്പോൾ സർക്കാർ പറഞ്ഞു ഇവരെയൊക്കെ പാർപ്പിക്കാൻ ഖജനാവിൽ നിന്ന് പണമെടുത്ത് ചെലവഴിക്കാനാവില്ല എന്ന് വ്യക്തമായി പറയുകയുണ്ടായി. കാരണം പാവപ്പെട്ടവർ പോലും ചാർജ് കൊടുക്കണം എന്ന് പിണറായി വിജയൻ ആവർത്തിക്കുകയുണ്ടായി. അതിലൊരു തീരുമാനമെടുത്തില്ല. അതുകൊണ്ടാണ് പിന്നെ ഒരു വിമർശനം ഉയർന്നു വന്ന സമയത്താണ് പറഞ്ഞത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റീൻ വേണ്ട, പ്രവാസികൾക്ക് അവിടെ നിന്ന് നേരെ അസുഖബാധിതർ അല്ലാത്തവർക്ക്, ഈ രോഗബാധിതർ അല്ലാത്തവർക്ക് നേരെ വീടുകളിലേക്ക് പോകാം. പക്ഷേ അങ്ങനെ വീടുകളിലേക്ക് പോകുന്നവരെയാണ് ഇപ്പോൾ നാട്ടുകാർ തടയുന്നത്. കാരണം ഇവിടെ ഒരു ചിത്രം, പ്രവാസികളെക്കുറിച്ചുള്ളൊരു ചിത്രം ഇവിടെ നിലനിൽക്കുന്നു. കാരണം ഈ പ്രവാസികളാണ് ഈ രോഗവാഹകർ എന്ന് മുഖ്യമന്ത്രി എല്ലാ വാർത്താ സമ്മേളനങ്ങളിലും എത്ര പ്രവാസികൾക്ക് അല്ലെങ്കിൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന എത്ര പേർ ആണ് രോഗബാധിതർ എന്ന് കൃത്യമായ കണക്കെടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ നാട്ടുകാരെയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ. കാരണം ഇവരാണ് രോഗം പരത്തുന്നത്, ഇവരാണ് രോഗവാഹകർ, ഇവരാണ് രോഗം കൊണ്ടുവരുന്നത് എന്ന രീതിയിൽ പ്രവാസികൾ മുദ്ര കുത്തപ്പെട്ടിരിക്കുന്നു. അങ്ങനെ മുദ്ര കുത്തപ്പെട്ടതിൻ്റെ ഉത്തരവാദിത്തം കൂടി നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഉണ്ട്. അതല്ലേ അതിൻ്റെ യാഥാർത്ഥ്യം? അല്ല, അതിന്റെ യാഥാർത്ഥ്യത്തിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് കൃത്യമായിട്ട് ഇത്ര ആളുകൾ 2 ലക്ഷം ബെഡുകളെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. പക്ഷെ 2 ലക്ഷം ബെഡുകൾ തയ്യാറാക്കിയിരുന്നു എന്നാണ് അറിയുന്നത്. അതിന്റെ ആധികാരികമായിട്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ എത്ര ആളുകൾ തിരിച്ചു ചെല്ലും എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് കണക്ക് കൊടുത്തു എന്നുള്ള ഇപ്പോഴും വ്യക്തമല്ല. അപ്പൊ രണ്ടാമതൊരു കാര്യം ഉണ്ടായിരുന്നു, ആദ്യഘട്ടത്തിൽ തന്നെ അനുവദിച്ച വിമാനങ്ങൾ അപര്യാപ്തമാണെന്ന് എല്ലാവർക്കും ഇവിടെ ഈ പാനലിലുള്ള സുഹൃത്തുക്കൾ തന്നെ പറഞ്ഞല്ലോ. കാരണം ഒരു രജിസ്ട്രേഷൻ വരുമ്പോൾ
10 ഫ്ലൈറ്റുള്ള ആളുകൾക്ക് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. വന്ദേ ഭാരത് ആയാലും മറ്റു പദ്ധതികളായാലും അനുവദിച്ച ഫ്ലൈറ്റുകൾ അപര്യാപ്തമായിരുന്നു. അപ്പൊ പരമാവധി ആളുകൾ ആദ്യം നാട്ടിലെത്തിക്കുകയായിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല എന്ന് തോന്നുന്നു. കാരണം ഇപ്പൊ പ്രത്യേകിച്ച് ഞങ്ങൾ ജീവിക്കുന്ന ഒമാനിലെ കാര്യം ഇപ്പൊ എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസമല്ല, ഒരു 2 ആഴ്ചക്കുള്ളിലാണ് രോഗവ്യാപനം വ്യാപകമായിട്ട് കൂടിയത്. അതുവരെ ഇത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. കാരണം ഇത്രയ്ക്കും വ്യാപനത്തിന്റെ പീക്ക് ലെവലിൽ എത്തിയിരുന്നില്ല. അപ്പൊ ആദ്യഘട്ടത്തിൽ പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നവരെ കുറെ എത്തിക്കാൻ പറ്റിയായിരുന്നെങ്കിൽ അതിലിപ്പോ ഈ കേന്ദ്ര സംസ്ഥാന സർക്കാർ തമ്മിലുണ്ടായ ഒരു ആശയക്കുഴപ്പം വ്യക്തമാണല്ലോ. അത് മാറ്റിക്കൊണ്ട് ഒന്നിച്ചു നിന്നുകൊണ്ട് കൂടുതൽ വിമാനങ്ങൾ ഏർപ്പെടുത്തുകയും അതുവഴി കൂടുതൽ ആൾക്കാരെ എത്തിക്കുകയും ചെയ്തുകൂടായിരുന്നില്ലേ? അതിനൊരു സാധ്യത ഉണ്ടായിരുന്നില്ലേ സാർ? അതോട് പരിഗണിക്കട്ടെ നമ്മൾ. സംസ്ഥാന ഇപ്പൊ കുറ്റം തെറ്റാണെങ്കിൽ രണ്ടുപേരെയും പറയാൻ തയ്യാറായിരിക്കും. രണ്ടുപേർക്ക് ഇക്കാര്യത്തിലൊരു ആശയക്കുഴപ്പം ഉണ്ടായെന്നുള്ളത് വ്യക്തമാണ്. അതിലൊരു യൂണിഫോമിറ്റിയിൽ വരാനായിട്ട് പറ്റിയിട്ടില്ല എന്നുള്ള വസ്തുതയാണ്. നേരത്തെ ആയിരുന്നെങ്കിൽ കൂടുതൽ ആൾക്കാരെ എത്തിക്കാമായിരുന്നു. ഇപ്പൊ ഒമാനിലേക്ക് ഇപ്പോഴാണ് കൂടുതൽ വ്യാപനം ഉണ്ടായിട്ടുള്ളത്. ഷഫീർ, അത് മാത്രമല്ല, ഈ ട്രൂനെറ്റ് പരിശോധന കിറ്റുകൾ അത് എത്തിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ 24-ാം തീയതി വരെ ഈ കൊറോണ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണ്ട എന്ന് പറയുന്നു. 25 മുതൽ ഇത് നിർബന്ധമാണ്. സർക്കാർ അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നു. ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അടിവരയിട്ട് പറയുന്നു സർക്കാർ പറയുന്നതാണ് ശരി എന്ന് പാർട്ടി കൂടി പറയുന്നു. അവസ്ഥയിലേക്ക് എത്തുന്നു. ഈ പരിശോധനാ കിറ്റുകൾ നേരത്തെ ഇവിടെ പരാമർശിക്കപ്പെട്ടതുപോലെ ഈ പരിശോധനാ കിറ്റുകളൊക്കെ അങ്ങോട്ടേക്ക് അയക്കുമ്പോൾ നിങ്ങളുടെ രാജ്യം ഇതൊക്കെ സ്വീകരിക്കും എന്ന് ആരാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത്? അല്ല, അത് തന്നെയാണ്. അവിടെയാണ് ഇതിനെക്കുറിച്ച് ഉത്തരവാദിത്തപ്പെട്ടവർ സംസാരിക്കുന്നത്. ഇന്ത്യൻ എംബസിയുടെ റോൾ ഇവിടെയാണ്. കാരണം ഇന്ത്യൻ അംബാസഡർ അല്ലെങ്കിൽ ഇന്ത്യൻ എംബസി ഒഫീഷ്യൽ ആഴ്ചയിൽ ഒരു ദിവസം ഇവിടുത്തെ മിനിസ്ട്രി ഓഫ് ഹെൽത്തുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്. ആ സമയത്ത് അദ്ദേഹത്തിന് ഈ കാര്യം അവതരിപ്പിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് അനുമതി വാങ്ങിച്ചെടുക്കാവുന്നത്. കൺവിൻസ് ചെയ്യിപ്പിക്കേണ്ടി വരും. കാരണം ഒരു പക്ഷെ ഒറ്റ ചോദ്യത്തിൽ ഇതിന് അംഗീകാരം കിട്ടാനോ അവരെ വിശ്വസിപ്പിക്കാനോ പറ്റിയെന്ന് വരില്ല. അങ്ങനെയാണെങ്കിൽ ഇതിനെക്കുറിച്ച് നമുക്ക് വിശദീകരിക്കേണ്ടി വരും. അങ്ങനെ ഇന്ത്യൻ എംബസിക്ക് വലിയ റോളുണ്ട്. ഒരുപക്ഷെ കേരള സർക്കാർ ഉദ്ദേശിച്ച് അത് തന്നെയായിരിക്കാം ഇന്ത്യൻ എംബസിയുടെ സഹായത്തോട് കൂടിയത്. ഇന്ത്യൻ എംബസിയുടെ സഹായത്തോട് കൂടി എന്ന് പറയുമ്പോൾ എല്ലാവരും ഇന്ത്യൻ എംബസി ടെസ്റ്റ് ചെയ്യാൻ പോകാൻ എല്ലാവരും ഉദ്ദേശിച്ചത്. മറിച്ച് ഇന്ത്യൻ എംബസിക്ക് ഇതിന്റെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിനെ കൺവിൻസ് ചെയ്യിപ്പിക്കുക. ഇപ്പോ എത്രയോ സ്ഥലങ്ങളിൽ ആളുകളുണ്ട്. ഇവിടെ എല്ലാം ആ ക്ലിനിക്കുകൾക്കെല്ലാം കിറ്റ് എത്തിച്ചുകൊണ്ട് ഇത് ഈ ടെസ്റ്റ് ചെയ്ത് കൊടുക്കുക. കാരണം ഇതിനിപ്പോ 8 റിയാൽ ചെലവ് വരുള്ളൂ എന്നാണ് എന്റെ ഔദ്യോഗിക ആളുകൾ പറയുന്നത്. ശരിയായിരിക്കാം. 8 റിയാലാണെങ്കിൽ ആ തുക ഞാൻ കുറച്ച് കാണില്ല, കുറവാണെന്ന് പറയല്ല. പക്ഷെ നേരത്തെ പറഞ്ഞ 30-60 റിയാലൊന്നും വരുന്നില്ല. 8 റിയാലേ വരുന്നുള്ളൂ. പിന്നെ ടെസ്റ്റ് എയർപോർട്ടിൽ ചെയ്യുമ്പോൾ ഞാൻ അന്നും പറയുന്ന കാര്യം, എയർപോർട്ടിൽ 1 മണിക്കൂർ മുമ്പ് ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവായിട്ട് പോസിറ്റീവായി ആ വ്യക്തിയുടെ യാത്ര മുടങ്ങുന്നത് അങ്ങേറ്റം വേദനാജനകമായ കാര്യം. അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പൊ ഒരു ഫാമിലിയിൽ 4 ആളുകൾ പോകുന്നു. ടെസ്റ്റ് എയർപോർട്ടിൽ നടത്തി ഒരാളുടെ ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ ആ മൊത്തം ആളുകളെ യാത്ര മുടങ്ങില്ലേ? പിന്നെ തിരിച്ചു അങ്ങോട്ട് പോകും. ഇവിടെ വന്നു കഴിഞ്ഞാൽ വീടൊക്കെ ഒഴിഞ്ഞു കൊടുത്തിട്ടാ പലരും പോകുന്നത്. ഇവിടെ ജോലി നഷ്ടപ്പെട്ട പലരും കമ്പനി ഫ്ലാറ്റിലാണ് താമസിച്ചിരുന്നത്. കമ്പനി ഫ്ലാറ്റൊക്കെ തിരിച്ചു വാങ്ങിച്ചു പലരുടെ. പോകുന്ന സമയത്ത് താക്കോൽ ഹാൻഡ് ഓവർ ചെയ്താൽ പോകുന്നു. വീടിനകത്ത് ഒരു സാധനമില്ല, ഫർണിച്ചർ ഇല്ല, ഉപയോഗിക്കേണ്ട മറ്റൊരു സാധനങ്ങളും ഇല്ല. എല്ലാം കഴിഞ്ഞ് പോകുന്നു. എയർപോർട്ടിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ ടെസ്റ്റ് പോസിറ്റീവ് ആയാലും അവരെന്ത് ചെയ്യും? അത് ഒഴിവാക്കണമെന്ന് തന്നെ ആവർത്തിച്ച് പറയുന്നു. ചുരുങ്ങിയ വർഷം 24 മണിക്കൂർ മുമ്പെങ്കിലും അല്ലെങ്കിൽ 48 മണിക്കൂർ മുമ്പെങ്കിലും ഒരു റിസൾട്ട് കിട്ടാനും. ഇപ്പൊ പോസിറ്റീവ് ആണെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി സംഭവിച്ചേക്കാം, പോസിറ്റീവ് ആയിരിക്കും. കാര്യം ഇപ്പോ പലർക്കും പോസിറ്റീവ് റാൻഡം ടെസ്റ്റ് കിട്ടുന്നുണ്ട്. ആ സാഹചര്യത്തിൽ അവർക്ക് ഇവിടെയെങ്കിലും നിൽക്കാമല്ലോ, നാട്ടിൽ പോകണ്ട, ഇവിടെ നിൽക്കാം. നേരത്തെ മറ്റു സുഹൃത്ത് പറഞ്ഞ പോലെ ഇവിടെ നിന്ന് പോകാൻ ഒരിക്കലും ഭരണാധികാരികൾ പറയില്ല. കാരണം അത്രയ്ക്കും മനസാക്ഷിയുള്ളവർ തന്നെയാണ്. എന്നും ഇത് നമ്മൾ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്തിട്ടുള്ള ഭരണാധികാരികളാണ് നിങ്ങളുള്ളത്. അവരിൽ നിന്നും അത്ര സമീപനം പ്രതീക്ഷിക്കേണ്ട. അല്ല, കേരളത്തിലെ ഭരണാധികാരികൾ കണ്ടുപഠിക്കേണ്ടതാണ്. ഒമാനിലെ ഭരണാധികാരികളെ, UAE-യിലെ ഭരണാധികാരികളെയൊക്കെ കണ്ടു പഠിക്കേണ്ടതാണ്. നാളെ ഒരുപക്ഷെ അവർ പറയുന്നു ഇവിടെ നമ്മൾ മാത്രം മതി, ഈ രാജ്യത്തുള്ളവർ മാത്രം മതി, നിങ്ങളൊക്കെ പൊയ്ക്കോ എന്ന് പറഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? ഇവിടെ പിണറായി വിജയൻ ഇവരെയൊന്നും സ്വീകരിക്കില്ലേ? നിങ്ങളെയൊന്നും സ്വീകരിക്കില്ലേ? തീർച്ചയായിട്ടും അങ്ങനെ പറയില്ല. എന്നാലും അങ്ങനൊരു വന്നു കഴിഞ്ഞാൽ സ്ഥിതിയാലോ. പക്ഷെ ഇവിടുത്തെ ഭരണാധികാരികൾ അങ്ങനൊരു നീക്കം ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ പ്രായോഗികമായിട്ട് സമീപനം കൈക്കൊള്ളുക എന്നുള്ളതാണ് പറയുന്നത്. എംബസിക്ക് ഇക്കാര്യത്തിലുള്ള റോൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ആരോഗ്യ മന്ത്രാലയത്തെ ഇക്കാര്യം പറഞ്ഞ് ബോധിപ്പിക്കുക എന്നും, ഈ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള ടെസ്റ്റിന് വില കുറവാണെങ്കിൽ അല്ലെങ്കിൽ ചാർജ് കുറവാണെങ്കിൽ ആ ടെസ്റ്റ് ഇവിടെ എല്ലാ ക്ലിനിക്കുകളിലും ഇപ്പോ ഭൂരിഭാഗം ക്ലിനിക്കുകൾക്ക് ഇക്കാര്യത്തിൽ സഹകരിക്കാനൊന്നും മടിയുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ഇത് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള
ഈ തീരുമാനത്തിനെ ഈ രീതിയിൽ മാത്രമേ നേരിടാൻ പറ്റുള്ളൂ എന്നാണ് എന്റെ വിനീതമായിട്ടുള്ള അഭിപ്രായം. അതല്ലാതെ എന്താണ് സർക്കാരിന്റെ പെട്ടെന്നുള്ള മനമാറ്റത്തിന്റെ കാരണം എന്നറിയില്ല. ഒരുപക്ഷെ നമുക്കറിയാം വ്യാപനം നാട്ടിലും കൂടി വരുന്നുണ്ട്. ഒരുപക്ഷെ ഇത്രയും നാളും കെട്ടിപ്പടുത്ത പ്രതിരോധം തകർന്നു പോകുമെന്നുള്ള ഭയം സർക്കാരിനുണ്ടായിരിക്കാം. യെസ് ശ്രീകുമാർ, എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ കർക്കശ നിലപാടെടുക്കുന്നത് സംസ്ഥാന സർക്കാർ? നിങ്ങൾ പ്രവാസികൾ ചിന്തിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ കർക്കശ നിലപാട് എടുക്കുന്നത്? ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇപ്പോൾ കൊറോണയെ കൈകാര്യം ചെയ്യുന്നതിൽ കേരളം നമ്പർ 1 ആണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം, അത് നമ്മുടെ മുഖ്യമന്ത്രി പല സ്വപ്നങ്ങളും നെയ്തു കൂട്ടുകയാണ്. ഇപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ ഒരു പുരസ്കാരം പോലും അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. പക്ഷേ ആ സ്വപ്നങ്ങൾ ഒക്കെ ഇപ്പോൾ പൊളിഞ്ഞിരിക്കുകയാണ്. അതൊരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നിരിക്കുകയാണ്. കാരണം നിങ്ങളാണ് ഉത്തരവാദികൾ എന്നാണ് പറയാതെ പറഞ്ഞു വെക്കുന്നത്. ഈ പ്രവാസി മലയാളികളുടെ മടക്കയാത്രയോടെ ഈ നെയ്തുകൂട്ടിയ സ്വപ്നത്തിന് അല്ലെങ്കിൽ പ്രതീക്ഷകൾക്ക് ഒക്കെ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ഒരുപക്ഷെ അത് തന്നെ ആയിരിക്കില്ലേ ഈ സർക്കാരിൻ്റെ നൈരാശ്യത്തിനും അതുപോലെ പ്രവാസികളോടുള്ള വിരോധത്തിനും കാരണം? അനിൽ, അതിലെനിക്ക് പറയാനുള്ളത്, ഒരു പ്രവാസി എന്നുള്ള നിലയിൽ എന്നും കേരളം, ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം എന്നും നല്ല രീതിയിൽ നല്ല എന്താ പറയുക, ഏറ്റവും നമ്പർ 1 ആയിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാനും, പ്രവാസി എന്ന നിലയിൽ. കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ കേരളത്തിന്റെ, രാവിലെ നിങ്ങൾക്ക് ന്യൂസിൽ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കി അറിയാം, ഏറ്റവും കൂടുതൽ ന്യൂസ് കാണുന്നത് കേരളത്തിലെ കാര്യങ്ങളെ കുറിച്ച്, വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതും ഈ പ്രവാസികളാണ്. അത് എന്നും അവരുടെ ദൈനംദിന വിഷയങ്ങളിൽ പെടുന്ന, രാവിലത്തെ പ്രഭാത ഭക്ഷണത്തിനൊപ്പം തന്നെ വരുന്ന ഒരു വിഷയമാണ് ഇന്നത്തെ ചർച്ച. എന്താണ് നാട്ടിൽ നടക്കുന്നത്, ആകാംക്ഷയോടെ കാത്തുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഇപ്പോ ഈ കോവിഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ വിഷയങ്ങൾ നോക്കൂ. ഇന്നത്തെ കണക്ക് എന്താണ് കേരളത്തിൽ? 2911 കേസാണ് കേരളത്തിലുള്ളത്. ആകെ ആക്റ്റീവ് കേസസ് 1359, റിക്കവേർഡ് 1009, 509, ഡെഡ് 22. ഇതാണ് മരണം. ഇവിടെ ഒമാനിൽ നോക്കൂ, 27,670 ഇന്നത്തെ ടോട്ടൽ കേസസ്. ഇവിടെ 125 പേര് മരിച്ചു. ആക്റ്റീവ് കേസസ് 13,571, 13,974 പേര് റിക്കവറായി. ഈ കേരളത്തിന്റെ ഏകദേശം അതേ വലുപ്പമുള്ള ഒരു രാജ്യമാണ് ഒമാൻ. അതേ വിസ്തീർണം ഏകദേശം കണക്കാക്കുകയാണെങ്കിൽ. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഇത്രയധികം കേസുകളും നമ്മൾ പ്രവാസികളുടെ ഒരവസ്ഥ. ഇപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി പോസിറ്റീവ് കേസുകൾ ഓരോ ദിവസവും ഷഫീറിനറിയാം, ഇപ്പൊ 1000 പേരാണ് ഒരു ദിവസം റിസൾട്ടിൽ വരുന്നത്. അതില് 60-40 അനുപാതമാണ്. 60% വിദേശികളും 40% ഇവിടെ സ്വദേശികളും. അങ്ങനെയുള്ള രീതിയിലാണ് വരുന്നത്. അപ്പൊ ഇവരെല്ലാവരും നാളെ തിരിച്ച് അങ്ങോട്ട് പോകാൻ ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ വല്ലാത്ത ഭീകരമായ ഒരു അവസ്ഥയായിരിക്കും. ഓൾറെഡി ഈ പല നിയമങ്ങൾ, അതായത് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ, അത് എനിക്ക് തോന്നുന്നത് ഇപ്പൊ നേരത്തെ ഷഫീർ പറഞ്ഞ മാതിരി ഇത് ഗവൺമെന്റിന്റെ ആരോഗ്യ ഉദ്യോഗസ്ഥ വൃന്ദങ്ങള് മന്ത്രിമാരെയും മറ്റുള്ളവരെയും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ ഇവിടെ പ്രായോഗികമല്ലാത്ത ഒരു കാര്യം നിയമമായി കൊണ്ടുവരണമെങ്കിൽ എന്താണ് അതിന്റെ ഒരു അടിസ്ഥാന ഒരു കാര്യം? അത് തെറ്റായ ഒരു കീഴ്വഴക്കമായിരുന്നു. ഇപ്പൊ അതിന് പ്രതിവിധി, ഇപ്പോ ഷഫീർ പറഞ്ഞ മാതിരി പ്രതിവിധി ഇതാണ്. എന്താണ്? ഏറ്റവും പെട്ടെന്ന് ഈ കോവിഡ് ടെസ്റ്റ് വളരെ ലളിതമായ രീതിയിൽ ചെയ്യാൻ എംബസിയുമായി സഹകരിച്ച് ഉടൻ തന്നെ എംബസി ഒമാൻ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഇവിടെ അതിനുള്ള ശ്രമങ്ങളും ടെൻഡറുകളും ആരംഭിക്കുക എന്നുള്ളത് മാത്രമേ അതിനുള്ള സൊല്യൂഷൻ ഉള്ളൂ. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇപ്പോ നേരത്തെ എന്റെ സുഹൃത്ത് സതീഷ് പറഞ്ഞ മാതിരി ഡെയിലി വരുന്ന കോളുകൾ, ഡെയിലി വരുന്ന കോളുകൾ വളരെ, ഇപ്പൊ ഒരു സൗത്ത് ഗോവ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയിൽ അതിൽ 1400 പേരെ ഇവിടെ പിരിച്ചുവിട്ടു. ഈ 1400 പേരെ പിരിച്ചുവിട്ടവർ പലരും ഇനിയും പോകാൻ ഇവിടെ കിടക്കുകയാണ്. അതുമാതിരി ഒരുപാട് തൊഴിൽ നഷ്ടപ്പെട്ട, അതായത് ഇന്ത്യൻ എംബസി രജിസ്റ്റർ ചെയ്ത ഏകദേശം മുഴുവൻ ആളുകൾ 10% തൊഴിൽ നഷ്ടപ്പെട്ടവരാണ്. കഴിഞ്ഞ ഫെബ്രുവരി മുതൽ ഈ ജൂൺ വരെ 4 മാസമായിട്ട് അവർക്ക് ശമ്പളമൊന്നുമില്ല. അവരുടെ ആനുകൂല്യങ്ങളും കൊടുത്തു ഇവിടെ ഇരിക്കുകയാണ് അവര്. ആ ഒരു അവസ്ഥ പ്രവാസികളെ 2 തട്ടിലാക്കുന്ന ഒരു, കേരളത്തിലെ നാട്ടിലെ ജനങ്ങളിൽ 2 തട്ടിലാക്കുന്ന ഒരു സമീപനം ആണ് ഈ തീരുമാനങ്ങൾ കൊണ്ടുണ്ടായത്. അതിൽ ഫലം അനുഭവിക്കുന്നത് ഞങ്ങളെ മാതിരിയുള്ള ആളുകളാണ് ഇവിടെയുള്ളത്. അത് എന്തുകൊണ്ടാവട്ടെ, അതിന്റെ രാഷ്ട്രീയപരമായ കാര്യങ്ങളിലേക്ക് ഞാൻ സംസാരിക്കുന്നില്ല. പക്ഷെ എന്തായാലും പ്രവാസി എന്ന നിലയിൽ നമ്മുടെയൊക്കെ ആഗ്രഹം
കേരളം എന്ന് മുന്നോട്ട് വരണം, ഇന്ത്യ എന്ന് മുന്നോട്ട് വരണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. അത് യാതൊരു തർക്കവുമില്ല. പക്ഷെ ആര് മുമ്പില് എന്നുള്ള ഒരു ഓട്ടത്തിന്റെ ഇടയിൽ പെട്ടുപോകുന്ന പാവം വളരെ നിരാലംബനായ ഈ പ്രവാസിയാണ് വളരെ പെട്ടുപോകുന്നത്. അതിന് ശബ്ദം ഉയർത്താൻ ഇതുമാതിരിയുള്ള മാധ്യമ സുഹൃത്തുക്കൾ വന്ന് അത് ശബ്ദം ഉയർത്തി അതിനുള്ള ഒരു തീരുമാനം, മറു തീരുമാനം നമുക്ക് ഉണ്ടാവണം. അത് ഉടനെ ഉണ്ടായേ പറ്റൂ. ഇല്ലെങ്കിൽ ഇവിടെ രോഗവ്യാപനം കൂടി വരുന്ന അവസ്ഥയിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളെ നാട്ടിലെത്തിക്കാനുള്ള ഒരു സംവിധാനം കേന്ദ്ര കേരള സർക്കാരുകൾ എടുത്തേ പറ്റൂ. അതിൽ യാതൊരു മടിയും കൂടാൻ പാടില്ല എന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്ക് ഇപ്പോഴും പറയാനുള്ളത്. ശ്രീകുമാർ, ഈ കൊറോണ മൂലം മരിച്ചു വീഴുന്ന മലയാളികളുടെ എണ്ണം കിട്ടുന്നുണ്ട്. പക്ഷേ മാനസിക സമ്മർദ്ദം, മാനസിക സംഘർഷം, വിഷാദരോഗം, ഇതിനൊക്കെ അടിപ്പെട്ടവരുടെ എണ്ണവും കൂടി വരികയാണ്, പ്രത്യേകിച്ച് ഈ കൊറോണ കാലഘട്ടത്തിൽ. അങ്ങനെ ഹൃദയസ്തംഭനം മൂലം മരിക്കുന്ന മലയാളികളൊക്കെ ഉണ്ട്. അതും വലിയൊരു പ്രശ്നം തന്നെയല്ലേ? തീർച്ചയായിട്ടും അതെ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ അങ്ങനെ 1-2 മരണങ്ങൾ ഉണ്ടാവുകയുണ്ട്. അത് വളരെ വളരെ പ്രയാസമല്ല. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ഒരു 5 ദിവസമായിട്ട് ഞങ്ങൾ ഈ ഫ്ലൈറ്റ് അനൗൺസ് ചെയ്ത രണ്ടാമത്തെ ഫ്ലൈറ്റ് അനൗൺസ് ചെയ്തതിന് ശേഷം കിട്ടുന്ന ഫോൺ കോളുകൾ ഓരോരുത്തരുടെ മാനസിക ഇപ്പൊ ഷഫീർ പറഞ്ഞു 21-ാം തീയതി, അതായത് നാളത്തെ കഴിഞ്ഞ മറ്റന്നാൾ പോകേണ്ട ഫ്ലൈറ്റിന് ഈ നിമിഷം വൈകുന്നേരം 6 മണി വരെ അവർക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ വീടിന്റെ ചാവി ഏൽപ്പിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ മറ്റ് അറേഞ്ച്മെന്റ് ചെയ്യാൻ കഴിയുമോ എന്ന് അനിശ്ചിതമാണ്. അത് ഒരാൾക്കും പറയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഇപ്പൊ 6 മണിക്ക് ശേഷമാണ് 4 ദിവസത്തെ എക്സ്റ്റൻഷന്റെ ഒരു ലെറ്റർ ഇളങ്കോവൻ സാറിന്റെ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട്. 24-ാം തീയതി വരെ നമുക്ക് യാത്ര ചെയ്യാവുന്നതെന്നുള്ളത്. പക്ഷെ അത് ആ ഒരു ടെൻഷൻ ഉണ്ടല്ലോ, അത് ആരോട് പറയും ഈ സമയത്ത്? അത് എങ്ങനെ അത് കൈകാര്യം ചെയ്യും? ആ ടെൻഷൻ ആരാണ് അതിന് ഉത്തരവാദി? ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. കാരണം ഈ ഓൾറെഡി ജോലി പോയി, മാനസിക സമ്മർദ്ദം, നാട്ടിലേക്ക് അടുപ്പിക്കുന്നില്ല, പ്രവാസി എന്ന് പറയുമ്പോൾ അവിടെ വേറൊരു രീതിയിൽ കാണുന്നു, ഇവിടെ നിന്ന് ഫ്ലൈറ്റ് ഇല്ല, വല്ലാത്തൊരവസ്ഥയാണ്. അത് ഇവിടെ വന്നത് അനുഭവിച്ചാൽ മാത്രമേ അത് കൃത്യമായിട്ട് അത് മനസ്സിലാവൂ. അവിടെ ഇരുന്ന് രാഷ്ട്രീയ ചർച്ചകൾ നടക്കുമ്പോൾ അത് കൃത്യമായി മനസ്സിലാവില്ല എന്ന് എനിക്ക് വ്യക്തമായി പറയാൻ കഴിയും. കാരണം ഇവിടെ ആളുകളുടെ ഇടയിൽ അത് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ളത് തന്നെയാണ് അത് പറയാം. അതിൽ രാഷ്ട്രീയം അവിടെ മാറ്റി വെച്ചുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഇത് വീണ്ടും പറയുന്നു, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അതിന് വേണ്ട നടപടികൾ ഏകോപിച്ചുകൊണ്ടുള്ള ഒരു സമീപനം എത്രയും പെട്ടെന്ന് വേണം, നാളെ തന്നെ വേണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. ശ്രീ രാജേഷ് കുമാർ, എന്തായാലും സർക്കാരിൻ്റെ നയം വ്യക്തമാണ്. സർക്കാർ അത് വ്യക്തമാക്കിയിരിക്കുകയാണ്. നോർക്കയുടെ ഉത്തരവിലൂടെ കൂടുതൽ അത് പ്രകടമായിരിക്കുകയാണ് എന്താണ് നിലപാട് എന്നുള്ളത്. നിങ്ങളോടുള്ള സമീപനം ഇതാണ്, ഞങ്ങൾക്ക് ഇതേ സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. കാരണം നമുക്ക് എന്തായാലും നമ്പർ 1 ആവണം. ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും, യാതൊരു സംശയവുമില്ല. പ്രവാസികൾ ഇത് മനസ്സിലാക്കി പിന്തിരിയുന്നുണ്ടോ? തൽക്കാലം നാട്ടിലേക്ക് വരണ്ട, അങ്ങനെ തീരുമാനിക്കുന്നവർ ഉണ്ടോ? മുമ്പായിട്ട് എന്റെ സുഹൃത്ത് ഷഫീർ പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്. കാരണം വെച്ചാൽ നാട്ടിലേക്ക് വരാനായിട്ട് ഫ്ലൈറ്റുകൾ കുറവാണെന്ന് പറഞ്ഞു. അത് ശരിക്കും തെറ്റായ കാര്യമാണ്. കാരണം വെച്ചാൽ കേന്ദ്ര ഗവൺമെന്റ് ആവശ്യത്തിന് ഫ്ലൈറ്റുകൾ അയക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഫ്ലൈറ്റുകളുടെ എണ്ണം കുറയ്ക്കണം എന്നും പറഞ്ഞ് ലെറ്റർ അയച്ച് ആ ഫ്ലൈറ്റുകളുടെ എണ്ണം കുറപ്പിച്ചത്. അതൊരു മെയിൻ കാര്യം. രണ്ടാമത്, ഈ ദുർഘട നിമിഷത്തില് ഏറ്റവും കൂടുതൽ സഹായിക്കേണ്ടത് നോർക്കയുടെ ആൾക്കാരാണ്. ശരിക്കും പറഞ്ഞാൽ ഈ നോർക്ക ഇവിടെ ചെയ്യുന്നത് എന്താണ്? ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയെന്നല്ലാതെ അതിനപ്പുറം ആർക്കും വേണ്ടി ഒരു ഹെൽപ്പും ചെയ്യുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഈ മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള വകുപ്പായ നോർക്ക, അതിന്റെ ഉദ്ദേശം വിദേശത്തും പ്രത്യേകിച്ച് ഗൾഫ് മേഖലകളിലും കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിലും പണിയെടുക്കുന്ന കേരളീയരുടെ ക്ഷേമവും അവർക്ക് വേണ്ടുന്ന സഹായങ്ങളും ഉറപ്പുവരുത്തുക, വിദേശത്തു നിന്ന് വരുന്ന പ്രവാസികളുടെ പുനരധിവാസം, വിദേശ കേരളീയരുടെ നിക്ഷേപം സംസ്ഥാനത്തേക്ക് വരുത്തുക എന്നൊക്കെയാണ്. നിക്ഷേപത്തിന്റെ കാര്യങ്ങൾ പോട്ടെ, ഇങ്ങനെ പ്രവാസികളുടെ ക്ഷേമം നോക്കേണ്ട നോർക്ക ഒരു ചർച്ചയ്ക്ക് പോലും വിളിച്ചാല് നോർക്കയുടെ ആൾക്കാരോ ഇടത് ഗവൺമെന്റ് ആൾക്കാരോ പങ്കെടുക്കാതെ ഒരു ഒളിച്ചുകളിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇവിടെ ഈ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് പോസിറ്റീവായി വരുന്ന ആൾക്കാർക്ക് നാട്ടിൽ പോകാൻ പറ്റില്ല. ആ നാട്ടിൽ പോകാൻ പറ്റാത്ത ആൾക്കാർ ഇവിടെ കിടന്ന് മരിക്കട്ടെ എന്നാണോ ഗവൺമെന്റ് നോക്കുന്നത്? കാരണം വെച്ചാൽ ഇപ്പൊ ഇവിടെ കോവിഡിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് രോഗികളുടെ. ഇപ്പോൾ
ഇന്നത്തെ കണക്കനുസരിച്ചാണെങ്കിൽ ഇവിടുത്തെ സ്വദേശികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ സ്വദേശികളുടെ ചികിത്സ ഇവിടെ ഗവൺമെന്റ് കൂടുതൽ ശ്രദ്ധ ചെലുത്തും. കാരണം വെച്ചാൽ ഇവിടുത്തെ ആശുപത്രികളുടെ എണ്ണവും ഫെസിലിറ്റീസും ഒക്കെ നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ്. അത് ഇവിടുത്തെ സ്വദേശികളുടെ എണ്ണം കൂടുന്തോറും സ്വദേശികൾക്കായിട്ട് കുറച്ച് മാറ്റിവെക്കേണ്ട അവസ്ഥ വരും. അപ്പം ഇവിടെ പോസിറ്റീവായിട്ടുള്ള നമ്മളുടെ പ്രവാസികളായിട്ടുള്ള ആൾക്കാർ ഇവിടെ കിടന്ന് മരിക്കണമെന്നാണ് ഗവൺമെന്റ് പറയുന്നതെങ്കിൽ അതൊരു വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഈ മുഖ്യമന്ത്രി ആൾക്കാർ അവരുടെ പഴയ സഹാക്കളൊക്കെ ഉണ്ട്. അവരുടെ മക്കളാണ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് വരാൻ വേണ്ടി അവിടെ ആഗ്രഹിക്കുന്നുണ്ട്. ശരിക്കും ഇവിടെ ബ്ലൂ കോളറിനും വൈറ്റ് കോളറിനും തരംതിരിച്ചിരിക്കുന്ന അതിലെ ബ്ലൂ കോളർ എന്ന് പറഞ്ഞാല് ഏറ്റവും അധികം സാധാരണക്കാരായ തൊഴിലാളികളാണ്. അവര് ഇന്റീരിയറിലും പല ഇന്റീരിയർ സ്ഥലങ്ങളിലാണ് ജോലി ചെയ്യുന്നത്. അവിടുന്ന് ഇവിടെ വന്നൊരു ടെസ്റ്റ് എടുക്കുക, എംബസി ഏൽപ്പിച്ചാൽ എംബസി നടത്തുന്ന ടെസ്റ്റിന് വന്ന് വരിക എന്നുള്ളതിന് ഒരു പ്രായോഗികമായ കാര്യമല്ല. ശരിക്കും അങ്ങനെയുള്ള അവസ്ഥയിൽ ഈ പോസിറ്റീവായ ജനങ്ങൾ എന്ത് ചെയ്യും എന്ന് ഇവിടെ മരിക്കാല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. അപ്പൊ ഈ പ്രായോഗികമല്ലാത്ത ടെസ്റ്റ് ഗവൺമെന്റ് കൊണ്ടുവരാതെ എല്ലാ പ്രവാസികളെയും നാട്ടിലെത്തിക്കാനുള്ള കാര്യമാണ് നോക്കേണ്ടത്. ഈ പ്രവാസികളുടെ ഈ നോർക്കയുടെ പ്രവർത്തനങ്ങൾ കുറച്ച് കൂടുതൽ ആക്റ്റീവ് ആണെന്നാണ്. കാരണം വെച്ചാൽ ജനങ്ങൾ ഏറ്റവും ആദ്യം വിശ്വസിച്ച് നോർക്കയെ കുറെ ലിസ്റ്റ് ഉണ്ടാക്കി. ആ ലിസ്റ്റുകൾ ഒരു പ്രയോജനമില്ലാത്ത അവസ്ഥയാണ്. അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ മുന്നോട്ട് വരുന്നില്ല ജനങ്ങളെ സഹായിക്കാൻ. അതുകൊണ്ട് ശരിക്കും നാട്ടിലേക്ക് പോകാനായിട്ട് ആൾക്കാർ മടിച്ചു പുറകോട്ട് മാറുന്ന അവസ്ഥ മാറുക എന്നുള്ളതാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, രാജേഷ് കുമാർ. ശ്രീ സതീഷ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കുറെ കൂടി ഏകോപിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാകും എന്ന് കരുതുന്നുണ്ടോ? കാരണം ഇതിൽ രാഷ്ട്രീയം കലർത്തുന്നു. അതിൻ്റെ പേരിൽ പ്രവാസികളുടെ പ്രശ്നങ്ങൾ വേണ്ട രീതിയിൽ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല എന്ന ആക്ഷേപം ഉണ്ടോ പൊതുവെ പ്രവാസികൾക്ക്? തീർച്ചയായും. കാരണം നമ്മളിപ്പോ ഒരു വിദേശ രാജ്യത്ത് ജീവിക്കുന്ന പ്രവാസികൾക്ക് അവന്റെ സ്വന്തം രാജ്യം, ഇപ്പൊ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം അല്ലെ നമ്മുടെ സംസ്ഥാനം, ഈ സർക്കാരുകളാണ് അവന് സുരക്ഷ ഒരുക്കേണ്ടത്. അതിനാണല്ലോ നമുക്ക് എംബസി പോലുള്ള സംവിധാനങ്ങൾ എല്ലാ രാജ്യത്തും കോൺസുലേറ്റുകളുള്ളത്. അപ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഏകോപനം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണുവാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ അതിന്റെ ഏകോപനം. പക്ഷേ സതീഷ്, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. നേരത്തെ രാജേഷ് കുമാറും ചൂണ്ടിക്കാട്ടിയത് അതാണ്. ഇപ്പോൾ വിമാനങ്ങൾ അതായത് ആദ്യത്തെ പ്രശ്നം എന്തായിരുന്നു? മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് വേണ്ടത്ര വിമാനങ്ങൾ അയക്കുന്നില്ല, പ്രവാസികളെ ഉടനടി കൊണ്ടുവരണം എന്നൊക്കെ ശഠിച്ചവർ അല്ലെങ്കിൽ അതിനുവേണ്ടി മുറവിളി കൂട്ടിയവർ പിന്നെ വിമാനങ്ങൾ പറന്നു തുടങ്ങിയപ്പോൾ പിന്നെ ഉൾവലിഞ്ഞു. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഇത്രയും വിമാനങ്ങൾ വേണ്ട എന്നുള്ളതാണ്. അദ്ദേഹം കേന്ദ്രത്തിന് കത്ത് അയക്കുകയും ചെയ്തു. ഇത്രയും വിമാനങ്ങൾ 24 വിമാനങ്ങളൊക്കെ അത് താങ്ങാൻ പറ്റില്ല, 12 ആക്കി ചുരുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രത്തിന് കത്തയച്ചു. അതാണ് വി മുരളീധരൻ, കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ വ്യക്തമാക്കിയതും അതാണ്. പിന്നീടുള്ള ഓരോ നടപടിക്രമങ്ങളും, സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഓരോ നടപടിക്രമങ്ങളും പരിശോധിക്കുകയാണെങ്കിൽ അതിൽ വ്യക്തമല്ലേ, നിങ്ങൾ പ്രവാസികൾ ധൃതി പിടിച്ച് ഇങ്ങോട്ട് വരണ്ട, നിങ്ങൾ പരമാവധി അവിടെ തന്നെ നിൽക്കണം. ഈ ജോലി നഷ്ടപ്പെട്ടവർ അല്ലെങ്കിൽ പൊതുമാപ്പ് ലഭിച്ചവർ, ഗർഭിണികൾ, വൃദ്ധർ അങ്ങനെയുള്ളവർ മാത്രം വന്നാൽ മതി. മുൻഗണനാ ലിസ്റ്റ് തയ്യാറാക്കുകയും ചെയ്തു. എല്ലാവരും ഓടിച്ചാടി പിടിച്ച് വരണ്ട എന്നൊരു നിലപാട്. ആ നിലപാട് കുറേ കൂടി കർക്കശമാക്കുകയല്ലേ സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. ഇപ്പം ഏറ്റവും ഒടുവിൽ അതായത് രണ്ടാം കിട പൗരന്മാരായി കാണുന്നു. അത് വളരെ വ്യക്തമായി നോർക്കയുടെ ഉത്തരവിലൂടെ വ്യക്തമാവുകയും ചെയ്തു. അപ്പോൾ ഈ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്, അതിനെ ചൊല്ലി ആക്ഷേപം ഉയരുന്നില്ലേ? പൊതുവെ കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞു. ഇനി എല്ലാം സംസ്ഥാന സർക്കാരിലാണ്. സംസ്ഥാന സർക്കാർ ഈ നാട്ടിലേക്ക് വരണ്ട, നിങ്ങൾ ഇങ്ങനെയൊക്കെ വന്നാൽ മതി, ഇത്ര വിമാനങ്ങളൊക്കെ വന്നാൽ മതി എന്ന് ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ എങ്ങനെ കേന്ദ്രത്തിനത് തിരുത്താൻ പറ്റും?
സംസ്ഥാന സർക്കാരിന്റെ നിലപാടുകൾ ഞങ്ങൾ ഇതിൽ മഹത്വവൽക്കരിക്കുകയാണ്. അതായത് കേരളം നമ്പർ 1 ആണെന്ന് പറയുവാൻ വേണ്ടിയുള്ള ശ്രമമാണെന്നാണ് ഞാൻ മുമ്പേ ചൂണ്ടിക്കാട്ടിയതാണ്. പക്ഷെ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലൊരു ഏകോപനം ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം തന്നെ, ഇപ്പൊ തന്നെ ഈ കോവിഡ് ടെസ്റ്റിനെ കുറിച്ചുള്ള ലെറ്റർ ബഹുമാനനായ ഇളങ്കോവൻ സാർ അദ്ദേഹം എംബസികൾക്ക് അയച്ചപ്പോഴേ അത് കേന്ദ്രത്തോട് ചർച്ച ചെയ്തില്ല. കേന്ദ്രത്തിന് ആദ്യം കൊടുക്കേണ്ടതായിരുന്നു. കേന്ദ്രത്തിനാണ് ആദ്യം കൊടുക്കേണ്ടത്. ഏകപക്ഷീയമായി സംസ്ഥാന ഗവൺമെന്റ് അങ്ങനെ ഒരു ലെറ്റർ കൊടുത്തതിന് ശേഷം വിമർശന വിധേയമായപ്പോഴാണ് അത് കേന്ദ്രത്തോട് പ്രധാനമന്ത്രിയോട് ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞത്. അന്ന് ദൗർഭാഗ്യവശാൽ എനിക്ക് തോന്നുന്നു പ്രധാനമന്ത്രിയുമായിട്ടുള്ള മീറ്റിംഗിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സംസാരിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. എന്തായാലും ഇങ്ങനെ ഒരു ഏകപക്ഷീയമായ രീതിയിൽ കൂടുതൽ ഫ്ലൈറ്റുകൾ അനുവദിക്കണമെന്ന് അല്ല, സുപ്രീം കോടതി പോലും പറഞ്ഞിരിക്കുന്നത് ആ വിഷയത്തിൽ ഇടപെടില്ല എന്നുള്ളതാണ്. കോടതി ഇടപെടില്ല, മറിച്ച് സർക്കാരുകൾ തീരുമാനിക്കേണ്ടതാണ് എന്ന് പറഞ്ഞിരിക്കുക. മാത്രമല്ല ഹൈക്കോടതി കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് ആരാഞ്ഞിരിക്കുകയാണ്, അതുമുണ്ട്. അപ്പോൾ ഇവിടെ കേന്ദ്രവും സംസ്ഥാനവും ഈ ഒരു ഘട്ടത്തിൽ അവരുടെ ആശയവിനിമയത്തിൽ കുറെ കൂടി സുതാര്യത വരുത്തുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ പ്രത്യാശ. പക്ഷേ അതിന് തയ്യാറാകുമോ എന്നുള്ളതാണ്. അങ്ങനെ കേന്ദ്ര സർക്കാർ ഒരു നിലപാടെടുത്താൽ പോലും ഇവിടെ വരുന്ന പ്രവാസികളുടെ എണ്ണത്തിൽ നിയന്ത്രണം വേണമെന്ന് സംസ്ഥാനം ശഠിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അതാണ് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്. കേന്ദ്രം ഒരു നിലപാടെടുക്കുന്നു, കൂടുതൽ പ്രവാസികളെ എത്തിക്കുന്നു, കൂടുതൽ വിമാനങ്ങൾ അയക്കുന്നു. അങ്ങനെ മുന്നോട്ട് പോവാൻ കേന്ദ്രത്തെ സമ്മതിക്കാത്തത് സംസ്ഥാനത്തിൻ്റെ നിലപാട് തന്നെയല്ലേ? തീർച്ചയായിട്ടും സംസ്ഥാനത്തെ നിലപാട് അങ്ങനെ തന്നെയാണ് നമുക്ക് അനുമാനിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസത്തെ മുഖ്യമന്ത്രിയുടെയും അതുപോലെയുള്ള മറ്റ് മന്ത്രിമാരുടെയും ബഹുമാനിയായ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെയും ഒക്കെ പത്രസമ്മേളനങ്ങളിൽ നമുക്ക് മനസ്സിലായത് കൂടുതൽ ആളുകൾ കേരളത്തിലേക്ക് വന്ന് രോഗവ്യാപ്തി ഉണ്ടാക്കേണ്ട, അതായത് പ്രവാസികളാണ് രോഗം പരത്തുന്നവർ എന്നുള്ള രീതിയിലുള്ള വർത്തമാനം ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലേക്ക് കൂടുതൽ ആൾക്കാർ വരണ്ട എന്നുള്ള സന്ദേശമാണ് അത് നൽകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കേന്ദ്ര ഗവൺമെന്റ് ഏകദേശം ഫ്ലൈറ്റുകൾ അനുവദിച്ചിട്ട് ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഫ്ലൈറ്റുകളെ കേരളത്തിലേക്ക് നിജപ്പെടുത്തി സംസ്ഥാന സർക്കാർ അത് നിജപ്പെടുത്തിയിട്ടുണ്ട്. ആ നിജപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുന്ന് കൂടുതൽ ആൾക്കാർക്ക് പോകാൻ സാധിക്കാത്തത്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഈ ചെറിയ ഫ്ലൈറ്റുകളെ ഈ ഗൾഫ് രാജ്യങ്ങളിലേക്ക് കേന്ദ്ര സർക്കാർ അനുവദിക്കുമ്പോൾ നമ്മൾ അതുകൂടി മനസ്സിലാക്കണം. അതിൽ സാമൂഹ്യ അകലം പാലിച്ചാണ് ആ ഫ്ലൈറ്റുകൾ കൊണ്ടുപോകുന്നത്. നമുക്ക് എയർ ഇന്ത്യ എക്സ്പ്രസിനെ പോലുള്ള ചെറിയ 150 പേര് കയറുന്ന ചെറിയ ഫ്ലൈറ്റുകൾ വന്നിട്ട് ഒരു സീറ്റ് ഒഴിച്ചിടണമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒഴിച്ചിട്ടിട്ടില്ല. ഈ 150 പേര് കയറുന്ന ഫ്ലൈറ്റിൽ 177 ആൾക്കാരെ ഫുള്ള് കുത്തി നിറച്ചാണ് ഉള്ളത്. അപ്പൊ സാമൂഹ്യ അകലവും ഇല്ല, സുരക്ഷാ മാനദണ്ഡങ്ങളും ഇല്ല. അങ്ങനെയാണ് ഫ്ലൈറ്റുകൾ ഇവിടുന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ അതിനെക്കുറിച്ച് ചെന്നൈ ഹൈക്കോടതി, മദ്രാസ് ഹൈക്കോടതി മാത്രമാണ് അതിനെതിരെ ഒരു വിധി കൊണ്ടുവന്നിട്ട് പറഞ്ഞത് ഇവിടേക്ക് വരുന്ന ഫ്ലൈറ്റുകൾ തീർച്ചയായും സാമൂഹിക അകലം പാലിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എയർ ഇന്ത്യ 30 സീറ്റുകൾ അതിനകത്ത് ഒഴിച്ചിട്ടാണ് എയർ ഇന്ത്യ ചെന്നൈയിലേക്കുള്ള സർവീസ് നടത്തുന്നത്. അതേസമയം കേരളത്തിലേക്ക് പോകുന്നത് ഇത്രയേറെ ആശങ്കകുലരാകുന്ന സംസ്ഥാന സർക്കാർ എന്തുകൊണ്ട് ഇതുവരെ പറഞ്ഞില്ല? ഇത് അല്ലെ കേന്ദ്ര ഗവൺമെന്റിനോട് ഇത് ചൂണ്ടിക്കാണില്ല? കേന്ദ്ര ഗവൺമെന്റിനും അറിയാവുന്ന കാര്യമാണല്ലേ. ഇതിപ്പോ തീർച്ചയായിട്ടും ഈ ഫ്ലൈറ്റിലെ സാമൂഹിക അകലം പാലിക്കണം. അതിനകത്ത് ഗർഭിണികളുണ്ട്, വയോജനങ്ങളുണ്ട്, കുട്ടികളുണ്ട്, അങ്ങനെ നിരവധിയായ അസുഖക്കാരുണ്ട്, ലിവർ പേഷ്യൻസ് ഉണ്ട്, ഹാർട്ട് പേഷ്യൻസ് ഉണ്ട്. ഇവർക്കൊക്കെ ഇതിനകത്ത് ഇരിക്കുക. ഇതിനകത്ത് ഒരാൾക്ക് കോവിഡ് ബാധിച്ചിട്ടുണ്ടോ എങ്കിൽ ബാക്കിയുള്ളവർക്കും അത് പടരുന്നില്ലേ? പിന്നെ ഇത്രയും നാളായിട്ട് ഈ 20-ാം തീയതി വരെ ഇന്നേ നിമിഷം വരെ നാട്ടിലേക്ക് ഇറങ്ങിയ ഫ്ലൈറ്റ് 100-300 പേര് വന്നവർ ബഹ്റിനിൽ നിന്നുണ്ട്, ഒമാനിൽ നിന്ന് 180 പേര് വീതം വന്നവരുണ്ട്, UAE നിന്ന് വന്നവരുണ്ട്. പക്ഷെ ആർക്കും പടർന്ന് രോഗം പിടിച്ചായിട്ട് അറിയത്തില്ല. എല്ലാ ഫ്ലൈറ്റിലും ഒന്നോ രണ്ടോ പേർക്കൊക്കെ രോഗം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ആൾക്കാരും രോഗവാഹകരാണ് അല്ലെങ്കിൽ രോഗം ഉള്ളവരാണ് എന്ന് കരുതി ഇവരെ ഇറങ്ങാൻ അനുവദിക്കാത്ത സംസ്ഥാന സർക്കാരിന്റെ വളരെ വലിയൊരു നിരുത്തരവാദിത്തപരമായ പെരുമാറ്റമാണുള്ളത്. പ്രവാസികളോട് വളരെ ക്രൂരമെന്നും നിന്ദ്യമെന്നും പറയാം. അതാണ് കേരള സർക്കാർ ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമാണ് ഇവിടുത്തെ പ്രവാസി ലോകത്തെ ആൾക്കാർക്ക് ആശങ്ക കൊണ്ട്. നേരത്തെ ബഹുമാനപ്പെട്ട അനിൽ നമ്പ്യാർ സാർ പറഞ്ഞതുപോലെ ഇവിടെ ഒരുപാട് പേർക്ക് വിഷാദ രോഗം, ചെറുപ്പക്കാരുടെ കഴിഞ്ഞ 3 മാസം കൊണ്ട് സാലറി ഇല്ല, ഭക്ഷണം സൗകര്യത്തിന് കിട്ടുന്നില്ല, റൂമുകൾ അടച്ചിട്ടിരിക്കുകയാണ്, പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ആശങ്കയിലെ പല ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരുടെയും മാനസിക വിഷാദ രോഗം ഉണ്ടായിട്ടുണ്ട്. പല ആൾക്കാർക്കും പെട്ടെന്ന് അസുഖങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്താണ് ഇനി മുന്നോട്ടുള്ള എന്റെ നീക്കം? എനിക്ക് എങ്ങനെ ഇവിടുന്ന് പോകാൻ പറ്റും? എന്റെ നാട്ടിലെ ഭാര്യയെ അല്ലെ കുട്ടികളെ, അച്ഛനെ അമ്മയോ അല്ലെ ബന്ധുക്കളെ കാണാൻ പറ്റുമോ എന്നുള്ള ആശങ്കയിൽ ഏറെ
പ്രവാസികൾ കഷ്ടപ്പെടുകയാണ്. നിർമ്മാണ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് പൈസ എടുക്കാനില്ല, ഒരു റിയാൽ എടുക്കാനില്ല. അവർക്ക് ആശ്വാസമേകാൻ വേണ്ടി സന്നദ്ധ സംഘടനകൾ മാത്രമാണുള്ളത്. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് യാതൊരു വിധമായ നീക്കങ്ങളോ സതീഷ്. ശ്രീ വി കെ ഷഫീർ, ഇവിടെയുള്ള രേഖകളുള്ള അന്യസംസ്ഥാന തൊഴിലാളികൾ ഒക്കെ അവരുടെ നാട്ടിലേക്ക് പോയിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഞങ്ങളുടെ ഒരു അന്വേഷണത്തിൽ പോലും ഞങ്ങളത് കണ്ടെത്തുകയും ചെയ്തു. ബംഗ്ലാദേശികളാണ് ഇപ്പോൾ കേരളത്തിൽ ഉള്ളത്. അവരെപ്പോലും പരിരക്ഷിക്കുന്ന ഒരു സർക്കാർ, അവരെപ്പോലും സംരക്ഷിക്കുന്ന ഒരു സർക്കാർ ആണ് ഇന്ന് ആ ഒരു സമീപനം പ്രവാസികളോട് കാണിക്കാനാവില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഒരു സമീപനത്തിൽ മാറ്റമുണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? ഒരുപക്ഷെ താങ്കൾക്കറിയാം, താങ്കളുടെ നിരവധി സുഹൃത്തുക്കളൊക്കെ നാട്ടിൽ വന്ന് കാണും. അവർ അനുഭവിക്കുന്ന പ്രവാസികളൊക്കെ പെരുവഴിയിലാണ്. അവരെ എയർപോർട്ടിൽ നിന്നും അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് പാതിരാത്രിക്ക് പെരുവഴിയിൽ ഇറക്കി വിടുന്നു. ക്വാറന്റൈൻ സംവിധാനങ്ങൾ ഇല്ല, മതിയായ അടിസ്ഥാന സൗകര്യങ്ങളില്ല. നിരവധി പ്രശ്നങ്ങളാണ് ഇവിടെയുള്ള പ്രവാസികളും മറുനാട്ടിൽ അതുപോലെ ഒമാനിലൊക്കെ ഉണ്ടാവാം. ഒരുപക്ഷെ അവർക്ക് അന്നത്തെ ആഹാരം കഴിക്കാൻ പോലും ആവുന്നില്ല. അങ്ങനെ ദുരിതം അനുഭവിക്കുന്നവരും ഉണ്ട്. ഇപ്പോൾ അതൊക്കെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായതുകൊണ്ട് അതിനെ ഗൗരവത്തോടെ പലരും സമീപിക്കുന്നില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, ഈ ഒരു നിലപാടിലും നയത്തിലുമൊക്കെ സർക്കാർ മാറ്റം വരുത്തുമോ? അതിന് പ്രവാസ മേഖലയിലുള്ള സംഘടനകൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതല്ലേ? കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഈ വിഷയത്തെ എന്തിന് ഞങ്ങളെ ദ്രോഹിക്കുന്നു എന്ന് ചോദിക്കാനുള്ള ആർജവം പ്രവാസികൾക്ക് ഉണ്ടാവേണ്ടതല്ലേ? ഷഫീർ സാർ, വളരെ സത്യത്തിൽ ഞാൻ സാർ ചോദിക്കാൻ ആഗ്രഹിച്ച ഒരു ചോദ്യം തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. കാരണം ഒന്നാമത്തെ കാര്യം പറയാം, ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചിട്ടുള്ള പ്രവാസികൾ ഇന്ന് ആത്മവിശ്വാസം അനുദിനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. എത്രയോ വലിയ പ്രതിബന്ധങ്ങൾ മുന്നിൽ വന്നിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി, ഗൾഫ് യുദ്ധങ്ങൾ എല്ലാം വന്നപ്പോഴെല്ലാം തന്നെ പ്രവാസികളെ പിടിച്ചു നിൽക്കാനുള്ള കരുത്തുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഓരോ ദിവസവും ഓരോ നിമിഷവും പ്രവാസിയുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഇന്ന് നേരത്തെ പറഞ്ഞ പോലെ എത്ര ആളുകൾ ഇവിടെ മരണപ്പെട്ടു. ഈ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം വാങ്ങിച്ചു കൊടുക്കാൻ ഇവിടുത്തെ സന്നദ്ധ സംഘടനകൾ ഒറ്റക്കെട്ടായിട്ട് നീങ്ങളോ ഞാൻ അഭ്യർത്ഥിക്കുക. കാരണം എല്ലാവരും കൂടെ നിന്ന് ഇതിനെ ഉണ്ടാക്കണം. അതിന് നോർക്ക എന്നോ മറ്റേ ഈ പറഞ്ഞ സേവാഭാരതി എന്നോ KMCC എന്നോ OICC ഒന്നും നോക്കരുത്, ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട്. അതുപോലെ തന്നെ രണ്ടാമതൊരു കാര്യമാണ്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ ഇതുവരെ എന്തെങ്കിലും ആശയക്കുഴപ്പമുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നു വൈകിട്ടില്ല, ഇനിയും അത് പരിഹരിക്കാവുന്നതുള്ളൂ. ഇനിയും ഇത് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇവരുടെ ജീവൻ വെച്ചാണ് ഇപ്പൊ കളിക്കുന്നത്. കാരണം കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ 10,000-ലധികം ആളുകൾക്ക് ഇവിടെ രോഗബാധ കൂടി. ഇപ്പോഴാണ് പീക്ക് വന്നത്. അതിനുമുമ്പ് ഇത്ര വലിയൊരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. അന്നേ തന്നെ കുറെ ഇടപെട്ട് പരിഹരിക്കാമായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ എല്ലാ വിമാനങ്ങളും കൊണ്ട് വന്നോ? വരാന്ന് പറഞ്ഞ വിമാനങ്ങൾ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സർക്കാർ എടുക്കുന്ന നിലപാടുകൾ ഒരുപക്ഷെ അവരുടെ നിസ്സഹായാവസ്ഥ കൊണ്ടായിരിക്കാം, അത് മനസ്സിലാക്കുന്നു. പക്ഷെ എന്നാൽ അതേസമയം അവർക്കതിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ ഇവരെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. അതിന് ഒറ്റക്കെട്ടായിട്ട് അനിൽ സാർ തന്നെ പറഞ്ഞ പോലെ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മറന്നുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ അതിനൊക്കപ്പുറം ഇവിടെ ഇപ്പൊ രാഷ്ട്രീയത്തിന് വേണ്ടിയല്ല വന്നിരിക്കുന്നു, ജീവിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുള്ളവരാണ്. ഇവിടെ എല്ലാ സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയത്തിനപ്പുറം സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നവരുമാണ്. ഇവർക്ക് പറഞ്ഞ ഏകോപനോട് ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഈ പാനലിലുള്ളവരും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ആയാലും അല്ലെങ്കിൽ OICC പ്രതിനിധി ആയാലും ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാത്ത മന്ത്രിമാരോ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിമാരോ ഒക്കെ ഉണ്ടായിരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. അവർക്ക് പറ്റുമോ അതിന്? അങ്ങനെ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ പാവപ്പെട്ട പ്രവാസികളുണ്ടല്ലോ ഈ കൊറോണ കാലത്ത്, അവർക്ക് സാമ്പത്തിക സഹായം വാങ്ങിച്ചു കൊടുക്കേണ്ടതുണ്ട്. കാരണം എന്ന് വെച്ചാൽ വളരെ പാവപ്പെട്ടവരാണ് വെച്ചിരിക്കുന്നത്. ആത്മഹത്യ ചെയ്തവരുണ്ട്, ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചവരുണ്ട്. അല്ലെങ്കിൽ ഒരു സിനിമയിൽ മുമ്പ് തമാശയായിട്ട് കേട്ടതാണ്, മരിക്കുന്നു പേടിച്ച് ആത്മഹത്യ ചെയ്യാതെ. ആ രീതിയിലൊക്കെ ആളുകൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനിയും ഇത് വെച്ച് കളിക്കാതെ, അല്ലെങ്കിൽ ആശയക്കുഴപ്പം സംഭവിച്ചു എന്ന് മനസ്സിലായിക്കൊണ്ട് കൂടുതൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കാര്യങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് വരാനായിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുന്നോട്ട് വരണം. അല്ലെങ്കിൽ ഇവിടുത്തെ സന്നദ്ധ സംഘടനകളെ അല്ലെങ്കിൽ സർക്കാരുമായിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുമായിട്ട് ബന്ധമുള്ള സംഘടനകൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇപ്പോഴും വയ്യെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. കാരണം ഇപ്പോഴും എന്താ പറയാ, മനുഷ്യത്വപരമായിട്ടുള്ള സമീപനം സ്വീകരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാവുകയാണെങ്കിൽ അത്തരമൊരു ഇടപെടൽ പ്രവാസികളുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടാവണം. എന്തായാലും ഞാൻ നേരത്തെ ആമുഖത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ വിമർശനങ്ങളും പരിഹാസങ്ങളും ഏറ്റുവാങ്ങാൻ മാത്രം അധപ്പതിച്ചവരല്ല
പ്രവാസികൾ കയറി വരാൻ പറഞ്ഞവർ പുറംതിരിഞ്ഞ് നിൽക്കരുത്. മാത്രമല്ല, പഴി കേൾക്കാൻ പ്രവാസികൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പ്രവാസികളല്ല കൊറോണ വാഹകർ. അതുകൊണ്ട് സർക്കാരിൻ്റെ നിലപാട്, സർക്കാരിൻ്റെ നയം തിരുത്തണം. അല്ലെങ്കിൽ അത് തിരുത്തിക്കാനുള്ള ആർജവം പ്രവാസി സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും പ്രേക്ഷകർക്കും. ABC കാർഗോ പ്രവാസികൾ പറയട്ടെ പവേർഡ് ബൈ ഭാരതീയ വിദ്യാഭവൻ മിഡിൽ ഈസ്റ്റ് തത്സമയ സംവാദം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി നാളെ കാണാം. ശുഭരാത്രി.